ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ VT ടൈം ഗ്രാഫ്. ഒരു VT ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് 4 സെക്കൻഡിൽ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ട് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ വെലോസിറ്റിയും ടൈമും രണ്ട് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അതിന്റെ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഡിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെ ഇതാണ്ട് ആദ്യത്തെ 4 സെക്കൻഡിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. ഏരിയ D is equal to ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര ഇവിടെ? 4. ഹൈറ്റ് എത്ര ഇവിടെ? 8 അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. ഇവിടെ എല്ലാം മീറ്റർ പെർ സെക്കൻഡിലെ വെലോസിറ്റി നിൽക്കുന്നില്ലേ. സോ 16 മീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതാ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. Which of the following graphs cannot possibly represent one dimension motion of a particle? നോക്കാം, ഇതിൽ ഏതാണ് വൺ ഡയമെൻഷൻ മോഷൻ കാണിക്കാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫ് നോക്കിയേ. ഫസ്റ്റ് ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ്ട് നോക്കിയേ, ഇവിടെ ടി എന്ന് പറയുന്ന സമയത്ത് ടി എന്ന് പറയുന്ന ഒരു സമയം എടുക്കുക. ആ സമയത്ത് 2 പൊസിഷൻ കാണിക്കുന്നുണ്ട്. അതായത് ടി എന്ന് പറയുന്ന ഒരു സമയത്ത് 5ാമത്തെ സെക്കൻഡ് നോക്കുമ്പോൾ ആ ബോഡിക്ക് 2 ഡിഫറെന്റ് പൊസിഷൻ കാണിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ബോഡി ഉണ്ടോ? ഇല്ല. അതൊരു മോഷൻ പോലും അല്ല ഈ ഗ്രാഫ് കാണിക്കുന്നത്. അഥവാ ഇതെന്തല്ല, ഒരു മോഷൻ കാണിക്കുന്ന ഗ്രാഫ് അല്ലെന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ നോക്കിയേ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയം എടുക്കുക. ആ സമയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് 2 ഡിഫറെന്റ് വെലോസിറ്റികൾ കാണിക്കുന്നുണ്ട് അല്ലയോ. അത് പോസിബിൾ ആണോ? ഒരേ സമയം ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വെലോസിറ്റി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ ഇതും പോസിബിൾ അല്ല, ഒരു മോഷന്റെ ഗ്രാഫ് അല്ല. ഇനി അതേപോലെ നോക്കിയേ, 3ാമത്തെ ഗ്രാഫ് നോക്കിയേ, സ്പീഡും ടൈമും തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം ഗ്രാഫിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് വൈ ആക്സിസാ, ഇത് പോസിറ്റീവാ അല്ലേ. ഇത് പോസിറ്റീവ് എഡ് സൈഡ്സ്, ഇത് നെഗറ്റീവ് എഡ് സൈഡ്സാ. ഇവിടെ നോക്കുമ്പോൾ സ്പീഡ് നെഗറ്റീവ് ആവുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ സ്പീഡ് എന്താവുന്നുണ്ട്? നെഗറ്റീവ് ആവുന്നുണ്ട്. നമുക്കറിയാം സ്പീഡ് നെഗറ്റീവ് അല്ല, സ്പീഡ് ആൾവേസ് എന്താ? പോസിറ്റീവാ. നമുക്ക് കോൺസെപ്റ്റ് അറിയാം അല്ലേ. സ്പീഡ് ആൾവേസ് പോസിറ്റീവാ. സോ ഈ ഗ്രാഫ് എന്തല്ല, ഒരു വൺ ഡയമെൻഷൻ മോഷനെ അല്ലെങ്കിൽ ഒരു മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് അല്ല. സ്പീഡ് ഒരിക്കലും എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. സ്പീഡ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി അതേപോലെ ഇവിടെ നോക്കിയാൽ ടോട്ടൽ പാത്ത് ആണ്. ടോട്ടൽ പാത്ത് ലെങ്ത്, അതായത് ഡിസ്റ്റൻസ് ആണെന്ത്, ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ആണ് വൈ ആക്സിസ് തന്നിരിക്കുന്നത്. ഇവിടെ ടൈം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? കൂടത്തേ ഉള്ളൂ അല്ലേ. ഞാൻ ഇവിടം വരെ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കുറയും. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയും ദൂരമായിരിക്കും. ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും അല്ലേ. സോ ഇവിടെ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്, ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ പാത്ത് ലെങ്ത് സമയത്തിനനുസരിച്ച് കുറയുമോ? ഇല്ല. ഞാൻ സഞ്ചരിക്കുന്നതോറും ഈ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ത് ചെയ്ത് പോകത്തേ ഉള്ളൂ? കൂടി പോകത്തേ ഉള്ളൂ. അപ്പൊ ഇതും നമുക്ക് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഗ്രാഫ് അല്ല അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കനോട്ട് പോസിബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് കനോട്ട് പോസിബിളി റെപ്രസെന്റ് എന്ന് ചോദിക്കുന്നത്. ആർക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി അല്ലേ? ഈസിയാണ്. ഓക്കെ, അങ്ങനെ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എ പേഴ്സൺ ട്രാവൽസ് എലോങ് എ സ്ട്രൈറ്റ് റോഡ് ഓഫ് ഫസ്റ്റ് ലെങ്ത്. V1 വെലോസിറ്റിയിൽ ആദ്യത്തെ പകുതി സഞ്ചരിച്ചു. V2 വെലോസിറ്റിയിൽ അടുത്ത പകുതി സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ മീൻ വെലോസിറ്റി നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ? V is equal to 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. നമുക്ക് ഇക്വേഷൻ ആൾറെഡി അറിയാവുന്നല്ലേ. ആ ഫോർമാറ്റ് ഏതെങ്കിലും ഇക്വേഷൻ കിടപ്പുണ്ടോ? ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയേ. ഡി ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. v2 പ്ലസ് v1 ഡിവൈഡഡ് ബൈ v1 v2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ബൈ v എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട v ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതാ നമ്മുടെ ഈ ഇക്വേഷൻ കിട്ടും. ഓപ്ഷൻ ഡി ആണെന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ ചോദിച്ചേക്കുന്നതെന്ന്. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് ബോഡി. നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ബോഡിയുടെ മൂവ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വെലോസിറ്റിയുടെ ഒരു സ്വഭാവം നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ശരിക്കും കിട്ടുന്ന ആരെയാ? വെലോസിറ്റി. അപ്പൊ ഇതിന്റെ സ്ലോപ്പിനെ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും വെലോസിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. എനിക്ക് ആ പോയിന്റിനകത്തൂടെ ടച്ച് ചെയ്ത് ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റിലെ സ്ലോപ്പ് കിട്ടും. ഇനി ഞാൻ എന്താണ്ട് മാറ്റി ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, അവിടുത്തെ സ്ലോപ്പ് എനിക്ക് കാണാം. അതാണ്ട് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, അവിടുത്തെ സ്ലോപ്പ് എനിക്ക് കാണാം. അതാണ്ട് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, അവിടുത്തെ സ്ലോപ്പ് എനിക്ക് കാണാം അല്ലേ. ഈ സ്ലോപ്പിന്റെ ഒക്കെ വ്യത്യാസം എന്താ? ഞാൻ നോക്കിയാൽ ഇവിടെ സ്ലോപ്പ് നല്ല സ്ലോപ്പ് ഉണ്ടായിരുന്നു. ആ സ്ലോപ്പ് പതിയെ കുറഞ്ഞ് എന്ത് ചെയ്തു? സ്ലോപ്പ് 0 ആയി. സ്ലോപ്പ് 0 ആയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പ് 0 ആയി. S ഈസ് ഈക്വൽ ടു 0 ആയി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ തീറ്റയാണ് സ്ലോപ്പ് അല്ലേ. തീറ്റ 0 ആയി. തീറ്റ 0 ആകുമ്പോഴത്തേക്കും ടാൻ തീറ്റ എന്താവും? 0 ആവും. സ്ലോപ്പ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം വെലോസിറ്റിയും എന്തായി? 0 ആയെന്ന് പറയാം അല്ലേ. സ്ലോപ്പ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ വെലോസിറ്റിയും എന്തായിട്ടുണ്ട്?
സീറോ ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ വെലോസിറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു വന്ന് സീറോ ആയി. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സ്ലോപ്പ് നേരെ തലതിരിഞ്ഞല്ലേ. നമുക്കറിയാം ഇവിടെ നമ്മൾ സ്ലോപ്പ് മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ദാണ്ട് ഇങ്ങനെയായിരുന്നു സ്ലോപ്പ് മെഷർ ചെയ്യുന്നത്. ഇനി ദാണ്ട് ഇത് തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യേണ്ടി വരും? ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യേണ്ടി വരും ആംഗിൾ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദാണ്ട് ഈ സ്ലോപ്പ് പോസിറ്റീവ് എക്സ് ആക്സിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ആംഗിൾ എന്തായിരിക്കും? ഒരു 90 ഡിഗ്രി മേളിലുള്ള ആംഗിൾ ആയിരിക്കും. 90 ഡിഗ്രി മേളിലുള്ള ആംഗിൾ ആണെങ്കിൽ ടാൻ ഓഫ് തീറ്റ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ടാൻ ഓഫ് 90 മേളിലുള്ള ഒരു ആംഗിൾ ആണ് ടാനിന് കൊടുക്കുന്നതെങ്കിൽ ആ ടാനിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ സ്ലോപ്പ് താണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം മനസ്സിലാക്കിയുള്ളൂ അത് നെഗറ്റീവ് സ്ലോപ്പ്. അല്ലെങ്കിൽ ആ വെലോസിറ്റി എന്താണ്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. ആ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ അത് കുറഞ്ഞ് സീറോ ആവുന്നുണ്ട്. സീറോ ആയതിനു ശേഷം എന്താവുന്നുണ്ട്? നെഗറ്റീവ് ആവുന്നുണ്ട്. ഇനി നെഗറ്റീവ് ആയാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ പോകുന്നത്? ഇതാ നോക്കിയേ, ഇൻക്രീസ് ആയി വരുമല്ലോ. ആ സ്ലോപ്പിന്റെ ആ ഒരു ചരിവ്, ആ ചരിവ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ആയി വരിക. അതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. നമുക്കറിയാം വെലോസിറ്റി -5 മീറ്റർ പെർ സെക്കൻഡ് ആണോ വലുത്, -10 മീറ്റർ പെർ സെക്കൻഡ് ആണോ വലുത്? -10 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് -10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വലുത്. ഓക്കെ, അപ്പം പക്ഷേ ആ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാ? അതിന്റെ ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ പോയ ബോഡി എന്ത് ചെയ്തു? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കല്ലെടുത്ത് മേളിലോട്ട് എറിയുക, അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അത് മാക്സിമം പോയിന്റ് എത്തുമ്പോൾ സീറോ ആയി. തിരിച്ചളക്കുമ്പോഴത്തേക്കും വെലോസിറ്റി നമ്മൾ നെഗറ്റീവായിട്ട് അളക്കും. നമ്മൾ സൈൻ കൺവെൻഷൻ നമ്മൾ അവിടെ കണ്ടതാ, നെഗറ്റീവായിട്ട് നമ്മൾ അളക്കും. പക്ഷെ ആ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക? വെലോസിറ്റിയുടെ കൂടി വരിക, താഴോട്ട് വരുന്നവരും കൂടി വെലോസിറ്റി കൂടി വരിക. എറിഞ്ഞ അതേ വെലോസിറ്റിയിൽ ഏറ്റവും താഴെ നിന്ന് തിരിച്ച് ഹിറ്റ് ചെയ്യും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ചരിവ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ. ഓരോ പോയിന്റിൽ ചരിവ് കൂടുന്നുണ്ട്, പക്ഷെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലായി. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രാഫ് ഇതിൽ ഏതുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്താ നോക്കിയേ, സി ഗ്രാഫ് നോക്കിയേ. വെലോസിറ്റി ഉണ്ടായിരുന്നു, വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുറഞ്ഞു വന്നു എന്ത് ചെയ്തു? വെലോസിറ്റി സീറോ ആയി അല്ലേ. വെലോസിറ്റി ഏതോ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, ആ വെലോസിറ്റി കുറഞ്ഞ് എന്താവുന്നുണ്ട്? സീറോ ആവുന്നുണ്ട്. അങ്ങനെ സീറോ ആയതിനു ശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് വാല്യൂലോട്ട് പോയില്ലയോ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് അത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. കണ്ടോ, വെലോസിറ്റി നെഗറ്റീവ് വൈ ആക്സിസിലോട്ട് അതിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കൂടി വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അത് എന്താണ്? അതിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, സോ വെലോസിറ്റി ഇപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ, അപ്പൊ സി ആണ് നമുക്ക് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ ആണേ. ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. If a car moves 2/5 of the total distance with v1 speed, okay, 3/5, okay, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ. v1 സ്പീഡിൽ 2/5 ഓഫ് എ ടോട്ടൽ ഡിസ്റ്റൻസ് എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ പറയാ എക്സ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു വി ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഡിസ്റ്റൻസ് ടോട്ടൽ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല, എക്സ് ഡിസ്റ്റൻസ് ടോട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് 2/5 എക്സ് എന്ത് ചെയ്തു? v1 സ്പീഡിൽ പോയി. 3/5 എക്സ് എന്ത് ചെയ്തു? v2 സ്പീഡിൽ പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എക്സ് പ്ലസ് 3/5 എക്സ് എന്ന് എഴുതാം അല്ലേ. 2/5 എക്സ് പ്ലസ് 3/5 എക്സ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ. ടോട്ടൽ ടൈമിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എക്സ് ഡിവൈഡഡ് ബൈ v1 പ്ലസ് 3/5 എക്സ് ഡിവൈഡഡ് ബൈ v2. നമ്മൾ പഠിച്ചതല്ലേ, ഇക്വേഷൻ കാണാതെ പഠിച്ചതല്ലയോ. s1 ബൈ v1 പ്ലസ് s2 ബൈ v2. ഓക്കെ, അങ്ങനെയാണ് ഇതാണ്ട് നോക്കിയാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആയിട്ടുണ്ട്. ടൈമിന് ഞാൻ ഡിസ്റ്റൻസിനെയും വെലോസിറ്റിയുടെയും ടേംസിലോട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഒരു എക്സ് എല്ലായിടത്തും കോമൺ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് വെട്ടിക്കളയാം. മേളിൽ 2/5 പ്ലസ് 3/5 കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/5 അല്ലെങ്കിൽ 1 എന്ന് കിട്ടും. എക്സ് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി താഴെ 2/5 v1 പ്ലസ് 3/5 v2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ, ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 10 v2 പ്ലസ് 15 v1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 25 v1 ഉണ്ട് അല്ലേ. സോ അതിന് മേളിൽ പോവാം, 25 v1 ഇൻറ്റു v2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഈസി ആയിട്ട് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 v1 v2 ഡിവൈഡഡ് ബൈ 2 v2 പ്ലസ് 3 v1. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എത്ര ഓപ്ഷൻ? എന്താ ഓപ്ഷൻ ഡി ആണെന്ന് തോന്നുന്നു നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ,
നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം റെസ്റ്റ് ഇറ്റ്സ് വി ടി ഗ്രാഫീസ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്ന എന്ത് ചെയ്യുക, റെസ്റ്റ് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം റെസ്റ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്ത മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ എന്ത് ചെയ്യും, കൂടി 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 വരും. സമയത്തിനനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരും. നമുക്കറിയാം അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനുള്ള ഗ്രാഫ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, വെലോസിറ്റിയും ടൈമും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ്. യൂണിഫോം ആക്സിലറേഷന്റെ മോഷൻ ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് എപ്പോഴും എങ്ങനെ വരും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, അല്ലയോ. ഇത് y ഈസ് ഈക്വൽ ടു വി ടി ഗ്രാഫില്ലേ, y ഈസ് ഈക്വൽ ടു എം എച്ച് പ്ലസ് സി എന്നുള്ള രീതി കിടക്കുമല്ലയോ. ഇതിലെ കോൺസ്റ്റന്റ് ആണ്, ഇത് സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. സ്ലോപ്പ് ആണ് എന്തോന്ന്, ആക്സിലറേഷൻ. ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയിരിക്കും. കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ വരും, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താ, ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, ബോഡി മേളിൽ നിന്ന് താഴോട്ട് ഇടുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ വെലോസിറ്റി അളക്കുന്നത് നെഗറ്റീവ് അല്ലേ, അപ്പം ഗ്രാഫ് എങ്ങനെയാണ് വരേണ്ടത്, ഗ്രാഫ് ഇങ്ങനെയല്ലേ വരേണ്ടത്, ശരിയാ. ഗ്രാഫ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സൈൻ കൺവെൻഷൻ കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഗ്രാഫ് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ സൈൻ കൺവെൻഷൻസ് ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുക, അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, മേളിലോട്ട് അളക്കുന്നതല്ല, അല്ലെങ്കിൽ മേളിലോട്ട് മെഷർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടും താഴോട്ട് മെഷർ ചെയ്യുന്നതല്ല നെഗറ്റീവായിട്ടും, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈൻ കൺവെൻഷൻ രീതിയാണ്. ഇനി അങ്ങനെയല്ല, നമുക്ക് അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മേളിലോട്ട് പോകുന്നത് പോസിറ്റീവ് ആണെങ്കിൽ തിരിച്ചുള്ളത് നെഗറ്റീവ്, നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് തെറ്റി പോകാതിരിക്കാനായിട്ട് ഒരു രീതി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് എന്തോന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ വെച്ചേക്കുന്നത്, വി ടി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാനാണ് വെച്ചേക്കുന്നത്. എന്തിന്റെയാ, ഒബ്ജക്ട് ഫാളിംഗ് ഓൺ എ മെറ്റാലിക് സർഫസ് ആൻഡ് ബൗൺസിംഗ് ബാക്ക്. ഓക്കെ, ഒരു ഒബ്ജക്ട് വരുന്നു, ഒബ്ജക്ട് വന്ന് ഇടിച്ചിട്ട് ഒരു മെറ്റാലിക് സർഫസ് ഇടിക്കുന്നു. എനർജി ലോസ് ഒന്നുമില്ല, അവിടെ വേറെ എനർജി ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു, അത്ര എനർജി കൺസേർവ് ആവുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ബാള് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു ബോഡി വന്ന് വീഴുവാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയാം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ബോഡി നമ്മുടെ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, സ്വന്തമായിട്ട് ഒരു ഗ്രാഫ് വരച്ചു നോക്കാം. വെലോസിറ്റി എന്ത് ചെയ്യും, വെലോസിറ്റി നമുക്കറിയാം മേളിൽ നിന്ന് താഴോട്ട് വീഴുവാണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും, ഇങ്ങനെ കൂടി കൂടി വരും. പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും, നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് ആണ്. പക്ഷെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വരുന്നുണ്ട്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടി കൂടി വരുന്നുണ്ട് സമയത്തിനനുസരിച്ച്. ഓക്കെ, ഇനി ആ ഇടിക്കുന്ന സെക്കൻഡ് എന്താ സംഭവിക്കുന്നത്, ഇടിക്കുന്ന ടൈമിൽ എന്താ സംഭവിക്കുന്നത്, ഈ വെലോസിറ്റി നേരെ എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ആവുക ചെയ്യുന്നത്, ഇല്ലയോ. ഈ വെലോസിറ്റി വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നേരെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി അവിടെ സീറോ ആവുന്നില്ല. പക്ഷെ മേളിലോട്ട് പോവുകയാണെങ്കിൽ, ആ ബാൾ മേളിലോട്ട് പോവുകയാണെങ്കിൽ മേളിലത്തെ ഏറ്റവും ടോപ്പ് പോയിന്റ് എത്തിയിട്ട് എന്ത് ചെയ്യും, ഒന്ന് സീറോ ആവും, വീണ്ടും തിരിച്ച് വരാൻ തുടങ്ങും. പക്ഷെ ഇവിടെ മാക്സിമം വെലോസിറ്റിയിൽ ഒന്ന് ഇടിച്ച് അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, തിരിച്ചു പോകാൻ തുടങ്ങുക. ആ വെലോസിറ്റി ഏത് വെലോസിറ്റിയിലാണ് ഒന്ന് ഇടിക്കുന്നത്, അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യാൻ പോവുക, തിരിച്ചു വരാൻ പോവുക. പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ നമുക്കറിയാം ഈ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ചു പോകുന്നത് ഏത് വെലോസിറ്റി തന്നെ, എത്ര വെലോസിറ്റിയിലാണ് വന്ന് ഇടിച്ചത് അത്രയും വെലോസിറ്റി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് നേരെ അതിന്റെ വെലോസിറ്റിയുടെ വാല്യൂ അത് തന്നെ, ഡയറക്ഷൻ നേരെ ചേഞ്ച് ചെയ്ത്, അതായത് ആ വെലോസിറ്റി എന്തായി, പോസിറ്റീവായി. ഇനി എന്ത് ചെയ്യും, ഇവിടുന്ന് ഇനി എന്ത് ചെയ്യും, ഈ വെലോസിറ്റി ഇനി പോസിറ്റീവ് വെലോസിറ്റി എന്ത് ചെയ്യും, ഇനി പതിയെ എന്ത് ചെയ്യാൻ പോവുക, മേളിൽ നിന്ന് ഇങ്ങനെ പോകാൻ പോവുക, തിരിച്ച് കുതിച്ച് പോകാൻ പോവുക. വന്ന് ഇടിച്ച അതേ വെലോസിറ്റിയിൽ തിരിച്ച് കുതിക്കാൻ പോവുക. കുതിച്ചിട്ട് പതിയെ ആ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് എന്ത് ചെയ്യും, ടോപ്പ് പോയിന്റ് എത്തുമ്പോൾ അത് സീറോ ആവും, അല്ലേ. സോ ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് അന്നേരം എല്ലാം പോസിറ്റീവ് വാല്യൂസാ, കുറഞ്ഞ് എന്ത് ചെയ്യും, അത് സീറോ ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരേണ്ടത്. ഇനി അടുത്തത് എന്താ സംഭവിക്കുന്നത്, ഈ പാറ്റേൺ തന്നെ ഇനി എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇല്ല. പക്ഷെ നമുക്കുള്ള ഗ്രാഫ് എങ്ങനെ, അതാണ്ട് ഇങ്ങനെ വന്നു
ഇങ്ങനെ വന്നു. ഓക്കെ, അതെന്തുകൊണ്ടാ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, നമ്മൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇവര് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവർ ആ സൈൻ കൺവെൻഷൻ ആയിരിക്കണം യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, അവർ യൂസ് ചെയ്ത് എന്തായിരിക്കും, ജമ്പ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടും എടുത്ത് കാണും, തിരിച്ച് താഴോട്ടുള്ളത് പോസിറ്റീവായിട്ടും എടുത്ത് കാണും. ഓക്കെ, അവർ ആ രീതിയിലായിരിക്കും സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത്. അപ്പോൾ ഗ്രാഫ് എന്ത് ചെയ്തു, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പം ഈ തരത്തിലാണ് ഗ്രാഫ് വരേണ്ടത്. ആ ഐഡിയ മനസ്സിലാക്കുക. വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നു, കൂടി വരുന്നിട്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. വീണ്ടും വെലോസിറ്റി കുറഞ്ഞ് എന്ത് ചെയ്യുന്നു, അത് ബോഡി റെസ്റ്റിലെത്തുന്നു. അതായത് നമ്മുടെ ഫോളോ ചെയ്യുന്നു, ബൗൺസ് ചെയ്യുന്നു, ആ ഫോളോ ചെയ്ത പോയിന്റിൽ അവിടെ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, റെസ്റ്റിലെത്തുന്നു. ഓക്കെ, സോ ഇതാണ് ഐഡിയ. അപ്പോൾ ഗ്രാഫിന്റെ ഡയറക്ഷൻ, നിങ്ങൾ ഗ്രാഫിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിക്കരുത്. ആ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തേക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് അങ്ങനെ തിരിഞ്ഞു വരുന്നത്. ഓക്കെ ആണേ? ഓക്കെ, സോ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The displacement of a particle is given by y is equal to, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. The initial velocity and acceleration respectively. ഇനിഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിക്കണം, ആക്സലറേഷനും കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഫംഗ്ഷൻ ആണെന്നിരിക്കുന്നത് dy by displacement, change in displacement divided by change in time. dy by dt നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വെലോസിറ്റി കിട്ടും. നമുക്ക് ഇത് അറിയാവുന്നല്ലോ. സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സിംപ്ലി dy by dt ചെയ്താൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. സോ ഇവിടെ y നമുക്ക് തന്നിട്ടുണ്ട്. y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് 0 ആയി പോവും. b പ്ലസ് 2ct മൈനസ് 4dt³ എന്ന് കിട്ടും. ഓക്കെ, വെലോസിറ്റി കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇനിഷ്യൽ കണ്ടീഷനിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ടൈം ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞാൽ മതി, 0 എന്ന് പറഞ്ഞാൽ മതി. സോ dy by dt at t is equal to 0 which is equal to എത്ര, ടിക്ക് 0 കൊടുത്ത് നോക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ വെറും b എന്ന് മാത്രം കിട്ടുമല്ലോ, ബാക്കി എല്ലാം ക്യാൻസൽ ആയി പോകും. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, ഇനിഷ്യൽ വെലോസിറ്റി v0 എന്ന് ഞാൻ വിളിക്കാം. ഇനിഷ്യൽ വെലോസിറ്റി എന്താ, b ആണ്. സോ b ആണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇനിഷ്യൽ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആക്സലറേഷൻ കിട്ടുന്നത്. സോ ഈ വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, കോൺസ്റ്റന്റ് പോകും. 2c മൈനസ് 4 into 3 അല്ലേ, 12 dt² എന്ന് കിട്ടും. 12 dt² എന്ന് കിട്ടും. ഓക്കെ, ഇതും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv by dt at t is equal to എന്താ, 0. ഇനിഷ്യൽ കണ്ടീഷനിലാണ് കണ്ടുപിടിക്കേണ്ടത്. a0 എന്ന് വിളിക്കുക അതിനെ. ഓക്കെ, എന്ത് കിട്ടും, 2c എന്ന് കിട്ടും അല്ലേ. ടിയുടെ ടൈമെല്ലാം കട്ടായി പോകും. സോ ഇനിഷ്യൽ ആക്സലറേഷൻ 2cയും കിട്ടി, ഇനിഷ്യൽ വെലോസിറ്റി bയും കിട്ടി. ഓപ്ഷൻ സി ആയിരിക്കും എന്തോന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ നിൽക്കുന്നത്, പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സ് ഇൻ മീറ്റർ അറ്റ് ടൈം ടി ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഒരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. പൊസിഷനെ നമുക്ക് വെക്ടർ ആയിട്ട് തന്നിട്ടുണ്ട്. ആർ ഈസ് ഈക്വൽ ടു എന്താ നിൽക്കുന്നത്, 3ti മൈനസ് ടി സ്ക്വയർ ആണ് ഇത്, ടി സ്ക്വയർ. ഓക്കെ, ടി സ്ക്വയർ ജെ പ്ലസ് 4k. ഓക്കെ, നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ 5 സെക്കൻഡ്. ഓക്കെ, 5ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം പൊസിഷൻ dr by dt, പൊസിഷൻ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, നമുക്ക് വെലോസിറ്റി കിട്ടും. സോ dr by dt ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, വെലോസിറ്റി കിട്ടും. നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് t is equal to 5 കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ 3i മൈനസ് 2tj പ്ലസ് 4k ആയിരുന്നു. അത് കോൺസ്റ്റന്റ് ആയിരുന്നു, അത് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി. അത് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഓക്കെ, സോ വെലോസിറ്റി കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dr by dt at t is equal to 5. 5 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ t is equal to 5 ആയപ്പോൾ ഉള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷനകത്ത് ടിക്ക് എന്ത് ചെയ്യുക, 5 ഇട്ട് കൊടുക്കുക. നമുക്ക് കിട്ടും 3i മൈനസ് 2 into 5 എത്ര, 10j. ഓക്കെ, അപ്പൊ 5 സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വെലോസിറ്റി നമുക്ക് ഇത് വെക്ടർ ആയിട്ട് കിട്ടി. നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ മോഡ് v ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് x² പ്ലസ് y². ഓക്കെ, 3² പ്ലസ് മൈനസ് 10 the whole square which is equal to root 9 plus 100.
ഓക്കെ, റൂട്ട് 109 എന്ന് വരും. റൂട്ട് 100 ആയിരുന്നെങ്കിൽ നമുക്കറിയാം 10 ആണ്. അപ്പോൾ റൂട്ട് 109 വരുമ്പോൾ 10-നെക്കാട്ടും വലിയൊരു വാല്യൂ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടൈം ഡെറിവേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടും. വീണ്ടും വിത്ത് റെസ്പെക്ട് ടൈം ഡെറിവേറ്റ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? dv/dt. അത് ആരാ? ആക്സിലറേഷൻ. സോ ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് പോകാന്നേ ഉള്ളൂ തരത്തിലുള്ള കണക്കൊക്കെ. ഓക്കെ ഓക്കെ നോക്കാം. അങ്ങനെ എന്താണ്ട് അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഈ ഒരു യൂണിഫോം ആക്സിലറേഷൻ മോഷൻ ആണ് തന്നിരിക്കുന്നത്. ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ n സെക്കൻഡ്സ് ഈസ് v. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി u0 ആണ്, ഫൈനൽ വെലോസിറ്റി vv ആണ്. Then assuming straight line motion ആണ്. ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ്സ്. ഓക്കെ, ലാസ്റ്റ് സെക്കൻഡിൽ നമുക്ക് ഇവിടെ എന്ത് സെക്കൻഡിലുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? SN ഈസ് ഈക്വൽ ടു, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. SN ഈസ് ഈക്വൽ ടു എന്താ? u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലയോ? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മോഷൻ ആണെങ്കിൽ എന്ത് സെക്കൻഡിൽ സഞ്ചരിച്ച ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ലാസ്റ്റ് 2 സെക്കൻഡിൽ, അതായത് ലാസ്റ്റ് എന്ത് സെക്കൻഡിലും അതിന് തൊട്ട് മുന്നുള്ള സെക്കൻഡ്, ലാസ്റ്റ് 2 സെക്കൻഡ്, എന്ത് ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്ത് സെക്കൻഡ് എന്ന് പറയാം. അതിന്റെ തൊട്ട് മുന്നത്തെ സെക്കൻഡ് എന്താ? n-1 സെക്കൻഡ് എന്ന് പറയാം. തൊട്ട് മുന്നത്തെ 5ാമത്തെ സെക്കൻഡും 6ാമത്തെ സെക്കൻഡും ഇല്ലയോ? 6ാമത്തെ സെക്കൻഡും 5ാമത്തെ സെക്കൻഡും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ 2 ഡിസ്റ്റൻസിനെ കൂടെ സം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇല്ലയോ? ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ്. ഇതാ ചോദിച്ചേക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു dn. എനിക്കറിയാം dn എന്ന് പറഞ്ഞാൽ u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഈസിയാണ്. ഇനി dn-1 എളുപ്പമാണ്. ഇതേപോലെ തന്നെ u പ്ലസ് a/2 ഇൻറ്റു 2 ഇൻറ്റു n ആയിരുന്നു. n ആയിരുന്നെങ്കിൽ എന്ത് സെക്കൻഡ് ആണെങ്കിൽ n കൊടുത്തേനെ. ഇവിടെ n-1 സെക്കൻഡ് ആയിരുന്നു, തൊട്ട് മുന്നത്തെ സെക്കൻഡ്. സോ n-ന് പകരം എന്ത് കൊടുക്കുക? n-1 എന്ന് കൊടുക്കുക. ഓക്കെ, -1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു u. ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0 ആയി. അപ്പോൾ ഇതും 0, ഇതും പോയി ക്യാൻസലായി. നമുക്ക് a/2 രണ്ടെണ്ണത്തിൽ നിന്നും കോമൺ എടുക്കാം. ബ്രാക്കറ്റിൽ എന്ത് വരും? 2n-1 പ്ലസ് ഈ 2-നെ അകത്തോട്ടേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 2n -2 -1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു a/2 ഇൻറ്റു 2n 2n 4n വരും. -2 -3 -1 -4. ഓക്കെ, -4. വിച്ച് ഈസ് ഈക്വൽ ടു a/2 ഇൻറ്റു 4 കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഓക്കെ, 4 കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു a ഇൻറ്റു 2a ഇൻറ്റു n-1 എന്ന് വരും. 2a ഇൻറ്റു n-1 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആയിരുന്നു, അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട. v/t എന്ന് സിംപ്ലി എന്ത് ചെയ്യാം? v/t എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഈ ആക്സിലറേഷന് 2 ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു n-1 അല്ലേ? ആക്സിലറേഷന് v/t എന്ന് എഴുതാം. ഇവിടെ സമയം എത്ര സെക്കൻഡാ? n സെക്കൻഡ് സഞ്ചരിച്ചെന്നാണ് പറഞ്ഞത് അല്ലയോ? ടോട്ടൽ എത്ര സെക്കൻഡ് സഞ്ചരിച്ചു? റെസ്റ്റ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ വെലോസിറ്റി ആഫ്റ്റർ n സെക്കൻഡ്. ഓക്കെ, n സെക്കൻഡ് ടോട്ടൽ അത് സഞ്ചരിച്ചിട്ടുണ്ട്. സോ ടൈപ്പ് n എന്ന് എഴുതാം. ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? 2v ഇൻറ്റു n-1 ഡിവൈഡ് ബൈ n. ഇവിടെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? നമ്മൾ ഈ ഇക്വേഷൻ നമുക്കറിയാം, അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഡയറക്റ്റ് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ? സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്കിവിടെ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. ബോഡി ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റ് നിന്ന് തുടങ്ങുന്നു. t=0 ഇല്ല, അത് റെസ്റ്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്കറിയാം. റെസ്റ്റ് നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മുടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം, നമുക്ക് ഇവിടെ ആൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം എന്താ? 0 ആണ്. സോ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ y ആക്സിൽ വെലോസിറ്റി ആണ് നിൽക്കുന്നത്. ഇവിടെ ടൈം 0 ആയപ്പോൾ വെലോസിറ്റി 4 ഉണ്ട്, അപ്പൊ ഈ ഗ്രാഫ് അല്ല. ഇവിടെ ടൈം 0 ആയപ്പോൾ വെലോസിറ്റി 4 ഉണ്ട്, അപ്പൊ ഈ ഗ്രാഫ് അല്ല. രണ്ടും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സോ ടൈം 0 ആകുമ്പോൾ വെലോസിറ്റിയും 0 ആണ്, അപ്പൊ ഗ്രാഫ് തുടങ്ങുന്നത് ഇവിടുന്നായിരിക്കും. ഒന്നെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. ഓക്കെ, ഇനി ഇതാ നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ 2 സെക്കൻഡ് വരെ കോൺസ്റ്റന്റ് ആക്സിലറേഷനാണ്. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് ആദ്യത്തെ 2 സെക്കൻഡ്. അതായത് വെലോസിറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ പതിയെ കൂടിക്കൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്ലോപ്പ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിലെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആക്സിലറേഷൻ സ്ലോപ്പ് എടുക്കുമ്പോൾ ആക്സിലറേഷൻ v/t ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് കിട്ടും. ഓക്കെ ആണേ?
ഓക്കെ, സോ നമുക്ക് മനസ്സിലായി വെലോസിറ്റി ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ കൂടും, ആദ്യത്തെ 2 സെക്കൻഡ് വരെ കൂടും. ഓക്കെ, അപ്പൊ ഇതും ആവാം ഇതും ആവാം. ഇനി എന്താ സംഭവിക്കുന്നത്, ആ 2 സെക്കൻഡിൽ നിന്ന് നേരെ എന്ത് ചെയ്യാൻ പോവുക, ആക്സലറേഷൻ നേരെ എന്ത് ചെയ്യാൻ പോവാം, -3 ആവാൻ പോവാം. അതായത് ഒരു ബോഡി ആലോചിക്കുക, ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ആ ബോഡിക്ക് ആദ്യമേ 3 മീറ്റർ/സെക്കൻഡ് ആക്സലറേഷൻ ഉണ്ട്, അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ് എത്തിയപ്പോഴത്തേക്കും ആക്സലറേഷൻ നേരെ എന്ത് ചെയ്യാൻ പോവാ, തിരിയാൻ പോവാ, -3 ആയി അല്ലേ. അതായത് ആ ബോഡി ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പോവാ, ആ ബോഡി ഇനി റിട്ടാർഡ് ചെയ്യിക്കാൻ പോവില്ലേ ആക്സലറേഷൻ അല്ലേ, അല്ലെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവായി ഈ സാധനം ഇനി എന്ത് ചെയ്യാൻ പോവാ, റിട്ടാർഡ് ചെയ്യിക്കാൻ പോവുക അല്ലയോ. അതായത് ആ ബോഡിയുടെ വെലോസിറ്റി ഇനി എന്ത് ചെയ്യാൻ പോവാ, കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ഇനി അങ്ങോട്ട് പോകുന്നതിന് ഈ വെലോസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. സോ വെലോസിറ്റി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും 2 സെക്കൻഡ് കഴിഞ്ഞാൽ കുറയേണ്ടതാണ്. ആക്സലറേഷൻ -3, 4 സെക്കൻഡ് വരെ എന്ത് ചെയ്യും, -3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, സോ അങ്ങനെ വെലോസിറ്റി കുറഞ്ഞ് 4ാമത്തെ സെക്കൻഡ് ആകുമ്പോൾ എന്താവും, 0 ആവും. ഓക്കെ, ആദ്യത്തെ 2 സെക്കൻഡ് ആക്സിലറേറ്റ് ചെയ്യിച്ചു, അടുത്ത 2 സെക്കൻഡ് ഡീസിലറേറ്റ് ചെയ്യിച്ചു. ആ ബോഡി അവിടെ റെസ്റ്റ് ചെയ്യുന്ന തുടങ്ങി, തിരിച്ച് റെസ്റ്റിലെത്തി. ഓക്കെ ആണേ. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും എന്തോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ആ ഗ്രാഫ് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഓക്കെ, ഒരു ഹൈറ്റിൽ നിന്ന് ബോഡി ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സ്ട്രൈക്സ് ഗ്രൗണ്ട് വിത്ത് 3 മീറ്റർ/സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 മീറ്റർ/സെക്കൻഡ് ആണ്. അനദർ ബോഡി ഇനിഷ്യൽ ഹൈറ്റ് ഇതേപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യുമല്ല, പക്ഷേ എന്താ, ഇനിഷ്യൽ വെലോസിറ്റി എത്ര, 4 മീറ്റർ/സെക്കൻഡ് ഉണ്ട്. എറിയാണ്. ഫൈനൽ വെലോസിറ്റി, അതിന്റെ ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമുക്കറിയാം. ഇത് എനിവേ ഇത് എറിഞ്ഞായാലും ഇത് വെറുതെ ഇട്ടായാലും സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്താ, സെയിമാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യമേ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കാം. ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം v = എന്താ, u + a t. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലേ സെയിം ആയിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. v² = u² + 2as. ഇക്വേഷൻ അറിയാം. നമുക്കറിയാം ആദ്യം ഡ്രോപ്പ് ചെയ്യുന്ന കേസ് എടുക്കുക. ഡ്രോപ്പ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ u എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ v² നമുക്ക് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ അത് എത്ര വെലോസിറ്റിയിലാണ് വന്ന് വീഴുന്നത്, 3 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിലാണ് വന്ന് വീഴുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം 3² താഴോട്ട് വീഴില്ലേ, താഴോട്ട് വീഴുവാണെങ്കിൽ നെഗറ്റീവ് വെലോസിറ്റി v എന്ത് ചെയ്യാം, നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. -3² = 2 ഇൻറ്റു, നമുക്കറിയാം താഴോട്ട് വീഴുമ്പോൾ ഗ്രാവിറ്റിയിലെ ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റി, -g താഴോട്ടല്ലേ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. സോ താഴോട്ട് അളക്കുന്നത് നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ്. സോ -2 × 10 ഇൻറ്റു ഡിസ്റ്റൻസ് s, അല്ലെങ്കിൽ s = 9/, ഓക്കെ, ജിയുടെ വാല്യൂ 10 ആണോ 9.8 ആണോ എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 10 എടുക്കുക, എന്തായാലും ഇത് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, എനിവേ അത് വിഷയമല്ല, നമുക്ക് ജി എന്ന് തന്നെ ഇട്ടാലും എ എന്ന് തന്നെ ഇട്ടാലും എന്തില്ല, വിഷയമൊന്നുമില്ല, അത് ക്യാൻസൽ ചെയ്ത് പോകാനുള്ളതാണ്. ഓക്കെ, സോ 9/, -20 എസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേ എസ് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. നമുക്കറിയാം രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ v² = u² എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഇനിഷ്യലി വെലോസിറ്റി ഉണ്ട് എത്ര, 4 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. സോ u² എത്ര കിട്ടി, 4² + 2 × a × s സെയിം ആണ് നമുക്കറിയാം അല്ലേ. നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. v² - 4² / 2 × a, 10 തന്നെ കൊടുക്കാം, 20 = എന്താ, s. ഓക്കെ, ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9/, -20 = v² - 4² / 20. ഞാൻ പറഞ്ഞില്ലേ, ആ ജി അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ, ഗ്രാവിറ്റിയുടെ വാല്യൂ 10 കൊടുക്കാതെ ജി അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല, ക്യാൻസൽ ആയി പോകത്തേ ഉള്ളൂ. കാരണം ഇവിടെ ഒന്ന് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകത്തേ ഉള്ളൂ. സോ ഞാനിവിടെ 10 എന്നൊന്ന് യൂസ് ചെയ്തതാണ്. ഓക്കെ, സോ 20 എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം, സൈൻ കൺവെൻഷൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇവിടെ സ്ക്വയർ ടേമുകളായതുകൊണ്ട് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അതെന്തായി പോകും, അതങ്ങ് പോസിറ്റീവായിട്ട് വരും, അവിടെ വലിയ വിഷയം സംഭവിക്കത്തില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഞാനിവിടെ 2a നെഗറ്റീവ് ഇടാൻ മറന്നുപോയി, അപ്പോൾ ആൻസർ തെറ്റും. ഓക്കെ, സോ -20. 9 + 16 = v², which implies v = എത്ര കിട്ടും, 9 + 16 25, v² എന്ന് പറയുന്നത് 25 ആവും, v = എന്താവും, 5 ആവും. സോ 5 മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ എന്താ പറയുന്നത്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാനാണ്. ഈസിയാണ്, നമുക്ക് നേരത്തെ അറിയാം. ആക്സലറേഷൻ ടി ഈസിക്കൽ 0-ൽ തുടങ്ങുവാണ്. ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ട്, ഒരു നിശ്ചിത സമയം വരെ ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്സലറേഷൻ എന്ത് ചെയ്യുന്നു, ഇല്ലാതാവുന്നു, തീരുന്നു. ആക്സലറേഷൻ നേരെ എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് ഡ്രോപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, 0-ലോട്ട് പോവുക. സോ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഉള്ള സമയത്ത് നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അത് നമുക്കറിയാം അല്ലേ? ഓക്കെ. സോ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതാണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെയുണ്ട്, 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 കുഴപ്പമില്ല, എല്ലായിടത്തും ഒരേപോലെ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വെലോസിറ്റി കുറഞ്ഞാണ് കാണിക്കുന്നത്. അത് എന്തായാലും അല്ല, ആക്സലറേഷൻ ഉണ്ട്, ഒരു പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി പോകും. അപ്പൊ ഇതല്ല, ഇതോ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി ആക്സലറേഷൻ ഇല്ല. ആക്സലറേഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഇപ്പോൾ ഒരു ബോഡി 1 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഇങ്ങനെ ഓടി ഒരു 3 മീറ്റർ പെർ സെക്കൻഡ് വരെ എത്തി, ആക്സലറേഷൻ കട്ട് ചെയ്യുക. ആക്സലറേഷൻ 0 ആയി കഴിഞ്ഞാൽ പിന്നെ ആക്സലറേഷൻ ഇല്ല. അതിനർത്ഥം എന്താ, പിന്നെ ആക്സലറേഷനും ഇല്ല. ഇവിടെ ഈ കേസ് നോക്കിയാൽ അറിയാം, ഡീസിലറേഷനും ഇല്ല. അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് വരെ എത്തിയിട്ട് ആക്സലറേഷൻ ഇല്ലാതാവുക. അങ്ങനെയാണെങ്കിൽ ആ ബോഡി ഇനി എന്ത് ചെയ്യും, 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അല്ലേ? സോ ഒന്നുകിൽ ഇതാകാം, അതായത് കണ്ടോ വെലോസിറ്റി എന്താ, കോൺസ്റ്റന്റ്. ഇനി അങ്ങോട്ട് വെലോസിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ ഒന്നുകിൽ ഇതാകാം, അല്ലെങ്കിൽ ഇതാകാം, അല്ലെങ്കിൽ ഇതാകാം. ഇത് 3-ൽ ഏതെങ്കിലും ആവാം. അവിടെ ആ കണ്ടീഷൻ കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യാൻ പോവുക, വീണ്ടും പഴയ പോലെ ആക്സലറേഷൻ വരിക. അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നതാ. ഇപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്ത്, വീണ്ടും ആക്സലറേഷൻ കിട്ടി. ആക്സലറേഷൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇനി സ്പീഡ് എന്ത് ചെയ്യും, 3 മീറ്റർ പെർ സെക്കൻഡ് ഇനി എന്ത് ചെയ്യാൻ പോവുക, കൂടാൻ പോവുക. പോസിറ്റീവ് ആക്സലറേഷനല്ലേ കിട്ടിയത്. ഓക്കെ. ഇനി അവിടുന്ന് എന്ത് ചെയ്യാൻ പോവുക, സ്പീഡ് കൂടാൻ പോവുക. സോ അവിടുന്ന് വീണ്ടും കൂടുന്നത് എവിടെ, ഇതാ നോക്കിയേ, ഈ ഗ്രാഫിലല്ലേ. ഇവിടുന്ന് 3 മീറ്റർ പെർ സെക്കൻഡ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമോ, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. ആക്സലറേറ്റ് ചെയ്തു, 3-ലെത്തി, 3 ഇങ്ങനെ പൊക്കോണ്ടിരുന്നേ, വീണ്ടും ആക്സലറേഷൻ കിട്ടി എനിക്ക്. ഓക്കെ. സോ വീണ്ടും എന്ത് ചെയ്യും, 3-ൽ നിന്ന് പിന്നെയും സ്പീഡ് കൂടാൻ തുടങ്ങും. സോ ഗ്രാഫ് ഏതാ, ഓപ്ഷൻ സി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ്. ഓക്കെ. ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് ചെയ്യാം. നോക്കിയാൽ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്, ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഇൻ സക്സസീവ് ഇന്റർവൽസ് ഓഫ് ടൈം വെൻ എ ബോഡി ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി ഫ്രം സർട്ടൈൻ ഹൈറ്റ്. ഓക്കെ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചത്. എന്തായിരുന്നു ആൻസർ, 1:3:5. ഓക്കെ, ഡയറക്റ്റ് പഠിച്ചതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി അങ്ങനെയാണെങ്കിൽ നോക്കാം. നമുക്ക് താണ്ട് ഇവിടെ എന്താ വന്നേക്കുന്നത്, ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് സ്പീഡ് ഓഫ് 6.25 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ. 6.25 മീറ്റർ പെർ സെക്കൻഡ് ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഡീസിലറേറ്റഡ് അറ്റ് റേറ്റ് ഗിവൺ ബൈ dv/dt ഈക്വൽ. ഓക്കെ. ഇവിടെ ആക്സലറേഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം, dv/dt എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ആക്സലറേഷൻ തന്നിരിക്കുന്നത്. ആക്സലറേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ -2.5√v ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡീസിലറേറ്റ് ചെയ്യുക, അതായത് 6.25 മീറ്റർ പെർ സെക്കൻഡിൽ പൊക്കോണ്ടിരുന്ന വണ്ടി എന്ത് ചെയ്യുക, ഈ ആക്സലറേഷൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡീസിലറേഷൻ എന്ത് ചെയ്യുക, റെസ്റ്റിലോട്ട് കൊണ്ടെത്തിക്കാൻ പോവുക അല്ലയോ. ദ ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് ടു കം ടു റെസ്റ്റ്. അപ്പോൾ ആ റെസ്റ്റിലോട്ട് എത്താനുള്ള സമയമാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. നോക്കാം. ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം, നമുക്കറിയാം അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് dv/dt ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്, -2.5√v എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. -2.5√v എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടൈം എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈസി ആയിട്ട് ടൈമിനെ dt എന്ന് പറയുന്ന ടൈമിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് രണ്ട് സൈഡ് എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതാ നോക്കിയേ, വിയുടെ സാധനങ്ങളെല്ലാം ഞാൻ ഒരിടത്ത് കൊണ്ടുവരാൻ പോവുക. ഓക്കെ. സോ dv ഡിവൈഡഡ് ബൈ ആ -2.5നെ കൂടെ ഇങ്ങ് കൊണ്ടുവരാം. -2.5√v ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, dt എന്ന് എഴുതാം. ഓക്കെ ആണോ. ഇനി നമുക്കറിയാം ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, dt ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതേപോലെ ലെഫ്റ്റ് സൈഡിലും എന്ത് ചെയ്യണം, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ആ -1.25ന് ഞാനിങ്ങനെ വെളിയിൽ എഴുതുക. അത് കാരണം എന്താ, നമുക്കത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ -1.25 1/√v dv നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 1/√v dv ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടം വരെ, വെലോസിറ്റി എവിടെ തുടങ്ങിയത്, വെലോസിറ്റി 6.25 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ആദ്യമേ. അവിടെ നിന്ന് എവിടോട്ട് പോവുക, അത് ബോഡി റെസ്റ്റിലോട്ട് പോകുക. അതായത് 6.25 തൊട്ട് 0 വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു ടൈമിനെ നമ്മൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, dt ഈസ് ഈക്വൽ ടു ടൈം, സ്റ്റാർട്ടിംഗ് ടൈം എപ്പോഴും എന്ത് ചെയ്യുക, 0 ആയിട്ട് എടുക്കുക. ഇനി ആ വണ്ടി 0 സമയത്തായിരുന്നു 6.25 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇനി പതിയെ ഡീസിലറേഷൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുക, ഇനി ബോഡി പതിയെ നിൽക്കാൻ പോവുക. സോ ആ എത്ര സമയം എടുത്താണ് നിൽക്കേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ 0 to t നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1/2.5 1/√x നമുക്കറിയാമല്ലോ. ഇൻ്റഗ്രൽ 1/√x എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, 2√x ആണ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, -2.5 × 2√v. v എവിടെ നിന്ന് മുതൽ എവിടം വരെ, 6.25 മുതൽ റെസ്റ്റ് വരെ 0 വരെ. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ dt ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റ് എന്താ, ഇവിടെ ടിയുടെ അപ്പർ ലിമിറ്റിന് ഞാൻ t എന്ന് വിളിച്ചു. എനിക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ എടുത്ത സമയം. ലോവർ ലിമിറ്റ് എന്തായിരുന്നു, 0-ൽ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു
നമുക്ക് എങ്ങനെ കിട്ടും? -1/2.5 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് വിക്കകത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. റൂട്ട് വിക്കകത്ത് റൂട്ട് 0 എടുക്കുമ്പോൾ 0 കിട്ടും. 0 മൈനസ് എന്ത് കിട്ടും? -√6.25. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ടി എന്ന് കിട്ടും. ഓക്കെ ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിനി എന്ത് ചെയ്യാം? √6.25 നമുക്കറിയത്തില്ലേ, പക്ഷേ നമുക്കറിയാം √625 എന്ന് നമുക്കറിയാമല്ലോ. √625 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് 25 ആണെന്ന് നമുക്കറിയാം. സോ 6.25നെ 625 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാമോ? എനിക്ക് അങ്ങനെ ആണെങ്കിൽ മേളിൽ താണ്ട √625 ഡിവൈഡഡ് ബൈ √100 എന്നായിക്കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 25 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 2.5. സോ ഈ കിടക്കുന്ന സാധനം എന്താ? 2.5. സോ ഈ മൈനസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോകാം. സോ മൈനസ് ഇനി വരത്തില്ല, അത് ക്യാൻസലായിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1/2.5 ഇൻറ്റു 2 ഇൻറ്റു 2.5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2.5 ക്യാൻസൽ 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ടൈമല്ലേ കണ്ടുപിടിച്ചു? 2 സെക്കൻഡ്. ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഐഡിയ യൂസ് ചെയ്യുക. ഓക്കെ, നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 cars A and B are traveling in same direction with velocity VA and VB. VA greater than VB എന്താ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ when the car A is at a distance D behind the car B, the driver of the car A applies brake producing a uniform retardation. There will be no collision when. Okay, സോ ഇത് റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു കാർ മൂവ് ചെയ്യുക, ബി എന്ന് പറയുന്ന കാറും മൂവ് ചെയ്യുക. വെലോസിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്ക് സ്പീഡ് ഇച്ചിരി കൂടുതലാണ്, എന്നാൽ എ എന്ത് ചെയ്യാൻ പോവുക? ഇനി ബ്രേക്ക് പിടിക്കാൻ പോവുക. ബ്രേക്ക് പിടിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം? ഡി ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആയി നിൽക്കുന്നത് അല്ലേ? ഡി ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആയി നിൽക്കുന്നത്. സോ ഈ എ എന്ന് പറയുന്ന കാർ എന്ത് ചെയ്യുക? ബ്രേക്ക് പിടിക്കുക. ബ്രേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് പിടിച്ചിട്ട് ഇവനെ ഇടിക്കാതെ നിൽക്കണം. ഓക്കെ, സോ വി എ വെലോസിറ്റി പോവുക, ഇത് വി ബി വെലോസിറ്റി പോവുക, ഇത് ബ്രേക്ക് പിടിച്ച് ഇടിക്കാതെ നിൽക്കണം. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാന്ന് നോക്കിയേ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇത് ഡി ഡിസ്റ്റൻസിൽ ഇത് എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന കാർ സ്റ്റോപ്പ് ചെയ്യണം. വെറുതെ ഒരു കണ്ടീഷനാണ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് ഇനി എസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എയ്ക്ക് എന്ത് വിട്ട് കൊടുക്കാം? എയ്ക്ക് റിട്ടാർഡ് ചെയ്യുന്ന റേറ്റ് വിട്ട് കൊടുക്കാം. ഓക്കെ, ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ എയ്ക്ക് റിട്ടാർഡേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? നമുക്ക് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു ബോഡിയുടെ കേസ് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എ എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബിയിലാണ് ഇടിക്കാതിരിക്കേണ്ടത്. ബിയും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഡി ഡിസ്റ്റൻസിലുള്ള ബിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അവിടെ ആ ബിയുടെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മളിവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. നമുക്ക് എങ്ങനെ റിലേറ്റീവ് വെലോസിറ്റി കൺസിഡർ ചെയ്യാം? ഞാൻ വിചാരിക്കുക ബി അവിടെ നിൽക്കുകയാണ്, വെറുതെ എ മാത്രം എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് എയുടെ റിലേറ്റീവ് വെലോസിറ്റി എടുത്താൽ പോരെ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് എന്താ? ബി അവിടെ വെറുതെ നിൽക്കുകയാണ്, എ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ കിട്ടുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലോ. സോ അതാ നോക്കിയേ, വി എ മൈനസ് വി ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി എ മൈനസ് വി ബി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് ബി അവിടെ വെറുതെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വെലോസിറ്റി എന്താണ്? ഓക്കെ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ബി അവിടെ വെറുതെ നിൽക്കുകയാണ്, വിത്ത് റെസ്പെക്ട് ടു ബിയിലാണ് പറയുന്നത്. ബി അവിടെ വെറുതെ നിൽക്കുകയാണ്. അങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ ബിയെ അപേക്ഷിച്ച് എയുടെ വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് വി എ മൈനസ് വി ബി ചെയ്താൽ കിട്ടുന്നത് അല്ലയോ? റിലേറ്റീവ് വെലോസിറ്റി ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, സോ വി എ മൈനസ് വി ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബിയെ സംബന്ധിച്ച് എ എത്രത്തോളം സ്പീഡിലാണ് വരുന്നതെന്ന് നോക്കും. അപ്പോൾ ഇനി ഈ സ്പീഡ് നമുക്ക് നോക്കിയാൽ പോരെ? ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഏത് സ്പീഡ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏത് വെലോസിറ്റി യൂസ് ചെയ്താൽ മതി? ഈ വി എ മൈനസ് വി ബി എന്ന് പറയുന്ന വെലോസിറ്റി യൂസ് ചെയ്താൽ പോരെ? മതി. അങ്ങനെ ഏതാണ്ട് ഈ ഇക്വേഷനകത്തോടെ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക. നമുക്കറിയാം ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി എന്താവും? ഫൈനൽ വെലോസിറ്റി എന്താവും? 0 ആവണം. സോ വി 0 ആവണം. ഇനി യുവിന് വരെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള വെലോസിറ്റി. ഈ എ എന്ന് പറയുന്ന കാറിന് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നു? വിത്ത് റെസ്പെക്ട് ടു ബിയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലയോ? സോ യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? വി എ മൈനസ് വി ബി എന്ന് പറയാം. ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ബാക്കിയുള്ള ടേംസിനെ ഇന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാൻ എന്ത് വരും? -2as എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം വി എ മൈനസ് വി ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ആക്സലറേഷൻ അല്ല ഇവിടെ എന്താ? റിട്ടാർഡേഷൻ. സോ അവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. ആ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. 2as. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എസ്. ഈ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് അല്ലയോ സ്റ്റോപ്പ് ചെയ്യേണ്ട ഡിസ്റ്റൻസ്. എ റിട്ടാർഡേഷനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡി ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യണം? അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, സോ എസിന് പകരം ഡി എന്ന് കൊടുക്കാം. ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വി എ മൈനസ് വി ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ
2a എന്ന് എഴുതാം. ഇനി നമുക്കറിയാം d എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് മിനിമം വേണം അല്ലെങ്കിൽ ഇടിക്കും. ഓക്കെ, സോ ഇനിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒന്നുകിൽ ഇത് മിനിമം ആയിരിക്കണം അല്ലെങ്കിൽ ഇതിൽ കൂടുതലായാലും കുഴപ്പമില്ല. സോ നമുക്ക് പറയാം ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ഏറ്റവും മിനിമം ഇത് വേണം, ഇതിൽ കൂടിയാലും കുഴപ്പമില്ല. d ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, va മൈനസ് vb ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, സോ va മൈനസ് vb ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ഓപ്ഷൻ ഉണ്ടോ, ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി അല്ലേ, സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ കിടപ്പുണ്ട്, എന്ത് ചെയ്യുക, എടുത്ത് വെച്ച് പഠിക്കുക. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, എ പോലീസ് ജീപ്പ് ഈസ് ചേസിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 45 km/h. എ തീഫ് ഇൻ അനദർ ജീപ്പ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 153 km/h. പോലീസ് ഫയർസ് എ ബുള്ളറ്റ് വിത്ത് മസിൽ വെലോസിറ്റി 180 m/s. അതായത് ബുള്ളറ്റ് ഫയർ ചെയ്ത വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത് 180 m/s. ദ വെലോസിറ്റി ഇറ്റ് വിൽ സ്ട്രൈക്ക് ദ കാർ ഓഫ് ദ തീഫീസ്. നോക്കാം നമുക്ക് എത്ര വെലോസിറ്റിയിൽ ഈ ബുള്ളറ്റ് എന്ത് ചെയ്യും, കാറിലിരിക്കുന്ന തീഫിനെ എന്ത് ചെയ്യും, വെടിവെക്കും. അതാ നോക്കിയാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം പോലീസ് ജീപ്പ് ഇങ്ങനെ പോവുക, പി എന്ന് കൊടുക്കാം, പോലീസ് ജീപ്പിന് പി എന്ന് കൊടുക്കാം. പോലീസ് ജീപ്പ് പോവുക എത്ര, 45 km/h പോവുക. നമ്മുടെ കള്ളന്മാർ പോകുന്നത് എവിടെ, തീഫ് പോകുന്ന എത്ര km/h, 153 km/h. ഓക്കെ, ഇനി പോലീസ് എന്ത് ചെയ്യാൻ പോവുക, ഇത് ഇരുന്ന് വെടിവെക്കാൻ പോവുക. ഓക്കെ, അത് എത്ര സ്പീഡിലാണ് വെടിവെക്കുന്നത്, 180 m/s വെടിവെക്കുന്നത്. അപ്പോൾ ഈ ബുള്ളറ്റ് എന്ന് തീഫിനെ എത്രമാത്രം വെലോസിറ്റിയിൽ ഇടിക്കുമെന്നാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീഫിൻ്റെയും ബുള്ളറ്റിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഇവിടെ തീഫിൻ്റെയും നമ്മുടെ ബുള്ളറ്റിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഈ പോലീസ് ജീപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു 45 km/h എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മോഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ ബുള്ളറ്റിൻ്റെയും ഇത് നമ്മുടെ പോലീസ് ജീപ്പിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി കൺസിഡർ ചെയ്യേണ്ടി വരും. അതിനുശേഷം ആ ബുള്ളറ്റിൻ്റെയും തീഫിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഞാൻ പറയുകയാണ് ഈ തീഫ് മാത്രമാണ് ഓടുന്നത്, പോലീസ് വണ്ടി എന്ത് ചെയ്യുക, നിർത്തിയിട്ടേക്കുവാണ്, നിർത്തിയിട്ടിട്ടാണ് പോലീസ് വണ്ടി എന്ത് ചെയ്യുന്നത്, വെടിവെക്കുന്നത്. അതെങ്ങനെ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റും, ഈസിയാണ്. ഞാൻ പറയുകയാണ് വെലോസിറ്റി ഓഫ് തീഫ് വിത്ത് റെസ്പെക്ട് ടു പോലീസ് എടുക്കുക, വെലോസിറ്റി ഓഫ് തീഫ് വിത്ത് റെസ്പെക്ട് ടു പോലീസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, പോലീസ് അവിടെ വെറുതെ ഇരിക്കുന്നു, പോലീസിൻ്റെ വണ്ടി മോഷനിലല്ലാതിരിക്കുമ്പോൾ തീഫിന് എത്രമാത്രം വെലോസിറ്റി ഉണ്ട്, അതല്ലേ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ഏതൊരു വണ്ടിയായാലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി എ എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ ഒരു കാർ മൂവ് ചെയ്യുക, വി ബി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ വേറൊരു വണ്ടി മൂവ് ചെയ്യുക. ഈ വി എ ബി എടുക്കുമ്പോൾ നമുക്ക് എന്താ ശരിക്കും കിട്ടുന്നത്, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആ കിട്ടുന്നത്, അല്ലയോ. അതായത് ബി അവിടെ അനങ്ങാതെ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ബിക്കകത്തിരിക്കുന്ന വണ്ടിക്കകത്തിരിക്കുന്ന ഒരാൾ തിരിഞ്ഞിട്ട് നോക്കുക, യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നത്, വേറെ സറൗണ്ടിങ് ഒന്നും ഇല്ലെങ്കിൽ അയക്കത് എങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ, ആ മോഷൻ എങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ, അത് റെസ്റ്റിലാണെന്നേ അതിന് എന്ത് ചെയ്യത്തുള്ളൂ, തോന്നത്തുള്ളൂ. അപ്പം ബാക്കി സറൗണ്ടിങ് ഒന്നും അത് നോക്കുന്നില്ല, ബിയിലിരുന്നുകൊണ്ട് എ എന്ന് പറയുന്ന കാറിനെ നോക്കുകയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന കാർ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് തോന്നും, ബി വെറുതെ ഇരിക്കുന്നു, എ എന്ന് പറയുന്ന കാർ ബിയിലോട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, എന്താ ഈ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ, വി എ മൈനസ് വി ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താ, ബി അവിടെ വെറുതെ ഇരുന്ന് ബിക്കകത്തിരിക്കുന്ന ഒരാൾ നോക്കുക, അങ്ങനെ നോക്കുമ്പോൾ എയുടെ വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ ആ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെ എന്താ വി ടി പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി ഓഫ് തീഫ് മൈനസ് വെലോസിറ്റി ഓഫ് പോലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ശരിക്കും കിട്ടുന്നത്. ഞാൻ പറയുകയാണ് തീഫിൻ്റെ വണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് റെസ്പെക്ട് ടു പോലീസ് നോക്കുമ്പോൾ അത് എത്രമാത്രം സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോലീസ് അവിടെ വെറുതെ നിന്ന് നോക്കുമ്പോൾ അത് എത്രമാത്രം സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ റിലേറ്റീവ് വെലോസിറ്റി ചെയ്യുമ്പം കിട്ടുന്നത്. ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ടി പി എന്ന് പറയുന്നത് എന്താ, വി ടി പി നമുക്കറിയാം പോലീസ് റെസ്റ്റിലല്ല, പോലീസ് ഒരു 45 km/h എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും, പോലീസ് വെറുതെ ഇരിക്കുവാണെങ്കിൽ ആ തീഫ് എത്രത്തോളം സ്പീഡിലായിരിക്കും പോകുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ, സോ വി ടി മൈനസ് വി പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടും വെലോസിറ്റി ഓഫ് തീഫ് എത്ര, ഇവിടെ 153 km/h, 153 മൈനസ് വെലോസിറ്റി ഓഫ് പോലീസ് എത്ര, 45 km/h, വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും നമുക്ക്, 108 km/h എന്ന് കിട്ടും. ഓക്കെ, 108 km/h. ഇനി നമുക്ക് എന്ത് കൺസിഡർ ചെയ്താൽ മതി, നമുക്കറിയാം റിലേറ്റീവ് വെലോസിറ്റി കിട്ടി, അതായത് പോലീസ് അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തീഫ് എത്രത്തോളം സ്പീഡിലാണ് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലായി. യഥാർത്ഥത്തിൽ തീഫ് എത്ര സ്പീഡിലാണ് പോകുന്നത്, തീഫ് 153, പക്ഷേ
നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുത്തപ്പം വെറുതെ ഇരിക്കുന്നു പോലീസ്, തീഫ് 108 km/h മൂവ് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ നോക്കുമ്പോൾ 108 km/h ആര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക? തീഫ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പോയി? ഇനി വെടിവെക്കാൻ പോവുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഈ ബുള്ളറ്റിൻ്റെയും നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെയും കൂടെ റിലേറ്റീവ് വെലോസിറ്റി എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. നമുക്കിപ്പോൾ മനസ്സിലായത് എത്ര? നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ആരുടെ? നമ്മുടെ തീഫിൻ്റെ കാറിൻ്റെ വെലോസിറ്റി. ഓക്കെ, സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ആരാ? വിത്ത് റെസ്പെക്ട് ടു തീഫ്. പക്ഷേ നമുക്കറിയാം ഈ തീഫിൻ്റെ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? തീഫിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ എടുക്കേണ്ടത്, ഇല്ലയോ? നമ്മൾ തീഫിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടത്. കാരണം എന്താ? നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത് എങ്ങനെ? പോലീസ് വണ്ടി നിർത്തിയിട്ടേക്കുന്നു, തീഫ് 108 km/h എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 150 m/s നിന്ന് ഈ ബാക്കിൽ നിന്ന് വെറുതെ നിർത്തിയിട്ടേക്കുന്ന ജീപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പോയി? ഇനി വെടിവെക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും ഈ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയുടെ റിലേറ്റീവ് വെലോസിറ്റി എടുത്താൽ പോലെ നമുക്ക് മതി. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു തീഫ്. തീഫിൻ്റെ ഏതാണ് നമ്മൾ എടുക്കുന്നത്? തീഫിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വി ബി മൈനസ് വി തീഫ്. തീഫിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വി ബി എത്ര? 180 m/s, 180 m/s മൈനസ് വെലോസിറ്റി ഓഫ് തീഫ് എത്ര? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് തീഫ് എത്ര? 108 km/h അല്ലേ? നമുക്ക് അതിനെ എന്ത് ചെയ്യണം? 108 km/h നമുക്ക് m/s ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 108 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. ഓക്കെ, 30 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, 30 എന്ന് കിട്ടും. സോ 180 മൈനസ് 30 എത്ര? 150 m/s. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A vehicle travels half the distance with the speed v and the remaining distance with the speed 2v. Its average speed is. ഓക്കെ, ഈസി ആയിട്ട് നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് അല്ലയോ? ഹാഫ് സ്പീഡ് എന്തിലാണ് സഞ്ചരിച്ചത്? വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ. അടുത്ത സ്പീഡ് എന്തിലാണ് സഞ്ചരിച്ചത്? 2v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം v1 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ആയിരുന്നു, അല്ലയോ? ഹാഫ് സ്പീഡ് ആണെങ്കിൽ, ഹാഫ് ടൈം ആണെങ്കിലോ നമുക്കറിയാം v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 എത്ര? v തന്നെയാണ്. ഇനി v2 എന്ന് പറയുന്നത് അടുത്ത ഹാഫ് എത്ര ഡിസ്റ്റൻസ്, എത്ര വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചത്? 2v. ഓക്കെ, ഡിവൈഡഡ് ബൈ v1 v ആണ്, v2 എന്ന് പറയുന്നത് 2v ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4v² ഡിവൈഡഡ് ബൈ 3v എന്ന് കിട്ടും. v ക്യാൻസൽ, സോ 4/3v എന്ന് കിട്ടും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 4v ഡിവൈഡഡ് ബൈ 3 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നീറ്റിന് 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ നോക്കി. അങ്ങനെ ഇതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താ തന്നേക്കുന്നത് ഇവിടെ? A bullet from a gun is fired on a rectangular wooden block with velocity u. ഓക്കെ, u എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണ്. ആ ബുള്ളറ്റ് ഫയർ ചെയ്ത് ആ ബുള്ളറ്റ് എന്ത് ചെയ്തു? ഓക്കെ, ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ. ആ ബ്ലോക്കിൽ എന്ത് ചെയ്തു? ഈ ബുള്ളറ്റ് വന്ന് ബ്ലോക്കിൽ കൊണ്ടതിന് ശേഷം ആ ബ്ലോക്കിൽ കൊണ്ടിട്ട് 24 സെൻറ്റിമീറ്റർ അല്ലേ? 24 സെൻറ്റിമീറ്റർ ആ ബ്ലോക്കിൽ കൂടെ എന്ത് ചെയ്തു? ഈ ബുള്ളറ്റ് സഞ്ചരിച്ചു. യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ വന്ന് ഈ ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്നു. എന്നിട്ട് 24 മീറ്റർ എന്ത് ചെയ്യുന്നു? 24 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നു? ഈ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 24 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? u/3 ആയെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ u എന്ന് പറയുന്ന വെലോസിറ്റി ആയിരുന്നു, ഇവിടെ എന്തായി? u/3 ആയി. ഇനി then it further penetrates into the block in the same direction. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? 24 സെൻറ്റിമീറ്റർ പെനെട്രേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അത് പെനെട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും അത് പെനെട്രേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല എത്ര പെനെട്രേറ്റ് ചെയ്യുന്നത്. ഇനിയും എന്തായാലും അത് എന്ത് ചെയ്യുന്നുണ്ട്? പെനെട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് എക്സാക്ട്ലി ദ അതർ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പെനെട്രേറ്റ് ചെയ്യുന്നുണ്ട്. പെനെട്രേറ്റ് ചെയ്തത് എവിടെ നിൽക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് നിൽക്കുന്നത് എവിടെ? റെസ്റ്റ് എക്സാക്ട്ലി അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. അതായത് ആ ബ്ലോക്ക് ടോട്ടൽ ആ ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ബ്ലോക്ക് തീരുന്നിടത്ത് ആ ബുള്ളറ്റും എന്ത് ചെയ്യുന്നുണ്ട്? 0 ആവും. ബുള്ളറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. അതായത് തീരുന്നിടത്ത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എന്താവും? 0 ആവും. ഓക്കെ, യു വെലോസിറ്റിയിൽ വന്ന് ബ്ലോക്കിൽ ഇടിക്കുന്നു. 24 സെൻറ്റിമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി u/3 ആവുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ ബ്ലോക്കിൻ്റെ അങ്ങേയറ്റം എത്തുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുന്നു? ആ ബുള്ളറ്റ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ആണെങ്കിൽ എന്താ കണ്ടുപിടിച്ചത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക്. ഈ ബ്ലോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കണം? എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? ഇനി കണ്ടുപിടിക്കണം. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പം. നമുക്കറിയാം എന്താ? v² ഈസ് ഈക്വൽ ടു u² പ്ലസ്
2as ഇക്വേഷൻ അറിയാം. ഈ എസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആരെ കിട്ടും? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ ഈ സഞ്ചരിച്ച ദൂരം കിട്ടും. നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി എപ്പോഴും എന്താ? 0. ഇനിഷ്യൽ വെലോസിറ്റി എന്താ? നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനിഷ്യൽ വെലോസിറ്റി ആരായിട്ട് എടുക്കണം? u/3 ആയിട്ട് എടുക്കണം അല്ലേ? സോ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി, ഈ കണ്ടീഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി ആരായിട്ട് എടുക്കണം? നമ്മൾ u/3 ആയിട്ട് എടുക്കണം. ഈ ഡിസ്റ്റൻസിനെ ഞാൻ എസ് എന്ന് വിളിച്ചു. ഈ കുഞ്ഞ് ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിച്ചത്? എസ് എന്ന് വിളിച്ചത്. 24 കഴിഞ്ഞിട്ട് അങ്ങോട്ട് സഞ്ചരിച്ച ദൂരത്തെ ഞാൻ എന്ത് വിളിച്ചു? എസ് എന്നും വിളിച്ചു. ഓക്കെ. സോ ഇവിടെ യു എന്ന് പറയുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? u/3. സോ u/3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എസ് ഇൻറ്റു എ. ഇവിടെ ആക്സലറേഷൻ എന്താ? ആക്സലറേഷൻ നെഗറ്റീവായിട്ട് എടുക്കണം, കാരണം ഇത് റിട്ടാർഡേഷൻ അല്ലേ. സോ ആ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. ഓക്കെ, 2as കിട്ടും. ഈ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ? എസ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 2 എത്ര? 18 എ എന്ന് വരും. യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. നമുക്ക് എസിനെ മാത്രം ഒരു സൈഡ് ഇട്ട് ബാക്കി എല്ലാതിനെ ഇപ്പുറം കൊണ്ടുവന്ന് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ആരില്ല, പക്ഷേ യു സ്ക്വയർ നമുക്കില്ല. അതായത് ഈ ഇനിഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി ഉണ്ടല്ലോ, ആ സാധനം നമുക്കില്ല. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട് ഞാനിവിടെ യു ഡാഷ് എന്ന് വിളിക്കാം. ഇതിനെന്ത് വിളിക്കാം? യു ഡാഷ് എന്ന് വിളിക്കാം. യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? u/3. ഓക്കെ, യു ഡാഷ്, ഇവിടെ ഉള്ള വെലോസിറ്റി യു ഡാഷ് എന്ന് വിളിച്ചു. ഓക്കെ. സോ ഫൈനലി യു ഡാഷിന് പകരം എന്ത് കൊടുത്തു? u/3 കൊടുത്തു. ഇക്വേഷൻ ഇട്ട് കിട്ടപ്പോൾ നമുക്ക് കിട്ടി എസ് എന്ന് പറയുന്ന ദൂരം എങ്ങനെ കിട്ടും? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ആരില്ല, യു ഇല്ല. ഇനിഷ്യലി അത് എത്ര വെലോസിറ്റിയിലാണ് ഫയർ ചെയ്തതെന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇവിടെ ആദ്യത്തെ 24 സെൻറ്റിമീറ്റർ എങ്ങനെയാണ് അത് സഞ്ചരിച്ചത്? ആ ആദ്യത്തെ 24 സെൻറ്റിമീറ്റർ അത് പെനട്രേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? അവിടെ ഇനിഷ്യൽ വെലോസിറ്റി ഇതായിട്ടും എടുക്കാം, ഫൈനൽ വെലോസിറ്റി എന്ത് ചെയ്യാം? ഇതായിട്ടും എടുക്കാം അല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്താ? u/3 ദ ഹോൾ സ്ക്വയർ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാൻ പോവുക. ഇനി ഇനിഷ്യൽ വെലോസിറ്റി എന്താ? ഈ കണ്ടീഷൻ, ഈ 24 സെൻറ്റിമീറ്ററിനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി ആര് തന്നെയാണ്? യു തന്നെയാണ്. സോ യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു, ഇവിടെ റിട്ടാർഡേഷൻ ആക്സലറേഷൻ എന്ത് കൊടുക്കണം? നമ്മൾ അന്നേരം നെഗറ്റീവ് സൈൻ കൊടുക്കണം. സോ -2 ഇൻറ്റു എ ഇൻറ്റു എസ്. എനിക്കറിയാം എത്ര? എസ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്ററാണ്, ഇൻറ്റു 24. ഓക്കെ. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു 24. 2 ഇൻറ്റു എ ഇൻറ്റു 24. ഓക്കെ, യു സ്ക്വയർ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം, ബാക്കിയുള്ളതെല്ലാം ഒരു സൈഡിലോട്ട് ഇടാം. 2a ഇൻറ്റു 24 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു, യു സ്ക്വയർ ഇൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1/9 വിച്ച് ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു 24 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു 9 മൈനസ് 1 8/9. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2a ഇൻറ്റു, ഞാൻ എന്താണ് ഈ 9 ഈ 2നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 18a എന്ന് എഴുതാൻ പോകും. കാരണം എന്താ? എനിക്ക് ഈ 18aയും വേണം. ഓക്കെ, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18a എനിക്ക് വേണ്ടത്. സോ ആ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18a എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഒരിടത്ത് ഇടാൻ പോവാം. ഓക്കെ. സോ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18a എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ? ഉണ്ടാക്കാൻ പറ്റും. ഈ 2a ഞാൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 24 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 18a എന്ന് വരും. ഓക്കെ, 9 ഇൻറ്റു 2 18 ഇൻറ്റു a എന്ന് വരും. ഓക്കെ, ഇനി 8നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ 8നെ 24നെ അവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ യു സ്ക്വയർ ഡിവൈഡ് ബൈ 18a എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി? എനിക്ക് 3 എന്ന് കിട്ടി. സോ യു സ്ക്വയർ ഡിവൈഡ് ബൈ 18a എന്ന് പറഞ്ഞാൽ എന്താ സാധനം? 3. ഓക്കെ, സോ എസ് സി സിക്കൽ എന്താ? 3. അതായത് ഈ ഡിസ്റ്റൻസ്, ഇത് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എത്ര? 3 ആണ്. സോ ടോട്ടൽ ആ ബ്ലോക്കിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? 24 പ്ലസ് 3 എത്ര? 27 അല്ലേ? ടോട്ടൽ ലെങ്ത് എന്താ? ടോട്ടൽ ലെങ്ത് is equal to 24 plus 3 which is equal to 27. ഓക്കെ, സോ ഓപ്ഷൻ 4 ആയിരിക്കും തോന്നുന്നു ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസിയായി ചെയ്യാൻ. സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യും? നമുക്ക് യു ഇല്ല, എ ഒന്നും നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് അറിയാം അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അതെങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? നമുക്ക് വേറൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ 24 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം, അതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നിൽക്കുന്നത്? എ ഹൊറിസോണ്ടൽ ബ്രിഡ്ജ് ഈസ് ബിൽറ്റ് അക്രോസ് എ റിവർ. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന് എന്തുകൊണ്ട്? സ്റ്റുഡൻറ് സ്റ്റാൻഡിങ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു കുട്ടി നിൽപ്പുണ്ട്. ഇനി എന്ത് ചെയ്യുക? അവൻ ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിയുന്നു.
കല്ല് താഴോട്ട് വരുന്നു, 4 മീറ്റർ പെർ സെക്കൻഡിൽ കല്ല് മേളിലോട്ട് എറിയുന്നു, താഴോട്ട് വരുന്നു. ഇനി എന്ത് ചെയ്യുക, ബാൾ സ്ട്രൈക്സ് ദ വാട്ടർ സർഫസ് ആഫ്റ്റർ 4 സെക്കൻഡ്. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, ടോട്ടൽ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കല്ല് വെള്ളത്തിൽ ഇടിച്ചു. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദ ബ്രിഡ്ജ്, ഈ ഹൈറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ജി 10 എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. എന്താണെന്ന് നോക്കിയേ, നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്ത്. ടോട്ടൽ നമുക്കറിയാം 4 സെക്കൻഡ് എടുത്ത്. പക്ഷേ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്ത് നമുക്കറിയാം. ഇക്വേഷൻ നമുക്കറിയില്ലേ, ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2u/g. ഓക്കെ, സൈൻ കൺവെൻഷനും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് 2u/g എന്ന ഇക്വേഷൻ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ, അല്ലെങ്കിൽ നിങ്ങളിത് കാണാൻ പഠിച്ച് വെച്ചിട്ടുണ്ട്, ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ ടോട്ടൽ എത്ര സമയം എടുത്ത്, 4 സെക്കൻഡ് എടുത്തു. പക്ഷേ ഇവിടുന്ന് ഇവിടം വരെ എത്ര സമയം എടുത്ത്, ഇവിടം വരെ 2u/g, അല്ലെങ്കിൽ എത്ര കിട്ടും, 2 ഇൻറ്റു ഇനിഷ്യലി ഉള്ള വെലോസിറ്റി എത്ര, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇനിഷ്യൽ വെലോസിറ്റി അപ്വേർഡ്സ് ആണ്. നമുക്ക് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്താലും മേളിലോട്ട് ഇളക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് എടുക്കും. സോ 2 ഇൻറ്റു 4/g എന്തായും, ജി ഞാൻ പറഞ്ഞായിരുന്നില്ലേ, സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇക്വേഷൻ ചെയ്തത് 2u/g എന്നുള്ള ഇക്വേഷൻ ചെയ്തത്. സോ ജി ഈസ് ഈക്വൽ ടു എന്ത് തന്നെ എഴുതാം, 10 എന്ന് തന്നെ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു അത്ര സമയം എത്ര കിട്ടും, 8/10. ഓക്കെ, സോ 8/10 സെക്കൻഡ് എടുത്തു ഇവിടുന്ന് ഇവിടെ വരാൻ. ബാക്കിയോ, ഓക്കെ, ടോട്ടൽ എത്ര സെക്കൻഡ് എടുത്തു, 4 സെക്കൻഡ്. ആ 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഇവിടം വരെ 8/10 സെക്കൻഡ് എടുത്തു, പ്ലസ് ബാക്കിയുള്ളത് ഈ സമയം. ഈ സമയം എനിക്ക് അറിയത്തില്ല, ഞാൻ എന്ത് വിളിച്ചു, വെറുതെ ടി എന്ന് വിളിച്ചു. ഞാൻ ആ സമയത്ത് എന്ത് വിളിച്ചു, ടി എന്ന് വിളിച്ചു. എനിക്ക് അറിയത്തില്ല ആ സമയം, ഞാൻ വെറുതെ ടി എന്ന് വിളിച്ചു. ഓക്കെ ഓക്കെ, ഇത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണേ, ടി എഫ് എന്ന് വിളിച്ചോ. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ടൈം ഓഫ് ഫ്ലൈറ്റാണ്. ഓക്കെ, ടി എഫ് എന്ന് വിളിച്ചു. ഓക്കെ, സോ 8/10 പ്ലസ് ടി ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മൊത്തത്തിൽ 4 എന്ന് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, സോ ടി ഈസ് ഈക്വൽ ടു എന്ത് അറിയാം, 4 മൈനസ് 8/10 വിച്ച് ഈസ് ഈക്വൽ ടു 40 മൈനസ് 8. 40 മൈനസ് 8 എന്ന് പറയുമ്പോൾ 32/10 അല്ലെങ്കിൽ 3.2 സെക്കൻഡ് കിട്ടും. സോ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 3.2 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും ദൂരം എന്ത് ചെയ്തത്, സഞ്ചരിച്ചത്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം, എസ് ഈസ് ഈക്വൽ ടു എന്താ, ഈ ദൂരമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ, ഇക്വേഷൻ അറിയാം. സോ എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, യു ഇനിഷ്യൽ വെലോസിറ്റി എത്ര, ഇവിടെ ഉള്ള ഇനിഷ്യൽ വെലോസിറ്റി എത്ര, ഇവിടെ ഏത് വെലോസിറ്റിയിലാണോ എറിഞ്ഞത് അതേ വെലോസിറ്റിയിലായിരിക്കത്തില്ലയോ ഈ പോയിന്റിലും കാണുന്നത് ആണ്. ഈ വെലോസിറ്റി എത്ര ആയിരിക്കും, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ ഇനിഷ്യൽ വെലോസിറ്റി എത്ര കിട്ടി, 4 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുമ്പം ഈ വെലോസിറ്റി എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, താഴോട്ട്. സോ നെഗറ്റീവ് ഇടുക, -4 ഇൻറ്റു അതിനടുത്ത് സമയം എത്ര ആയിരുന്നു, 32/10. ഓക്കെ, 32/10. നമ്മൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള മോഷൻ മാത്രമേ ഇനി കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, പ്ലസ് ജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ -1/2 ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുമ്പം 32 ഇൻറ്റു 32/100. ഓക്കെ, സോ 100 അല്ലെങ്കിൽ എനിക്ക് 100 10/10 എന്ന് എഴുതാം, 10 ഇൻറ്റു 10 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസ് എല്ലാം കൂടെ കോമൺ എടുത്തിട്ട്, മൈനസ് എല്ലാം കൂടെ കോമൺ എടുക്കാമല്ലോ, മൈനസ് എല്ലാം കൂടെ കോമൺ എടുത്തിട്ട് ബാക്കി എന്താ വരുന്നത്, 4 ഇൻറ്റു 32/10. ഓക്കെ, 4 ഇൻറ്റു 32/10 പ്ലസ് ബാക്കി എന്ത് വരും, ഇവിടെ നമുക്ക് 10ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. അതേപോലെ 2ഉം 32 കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 16 കിട്ടും അല്ലേ, 16 കിട്ടും. സോ 16 ഇൻറ്റു 32/10 which is equal to എന്ത് ചെയ്യാം, എസ് ഈസ് ഈക്വൽ ടു മൈനസ് 32 കോമൺ എടുക്കുക അല്ലേ. 32 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അകത്ത് എന്ത് വരും, 16ഉം 4ഉം 20 എന്ന് വരും. സോ 32 ഇൻറ്റു 20/10 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 32 ഇൻറ്റു 2 അതായത് -64. ഓക്കെ, -64 എന്താ കിട്ടുന്നത്, മീറ്ററിനാണ് കിട്ടുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ മെഷർ ചെയ്തുകൊണ്ട് താഴോട്ട് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, -64 എന്ന് കിട്ടും. ജസ്റ്റ് വാല്യൂ മാത്രം പറയുകയാണെങ്കിൽ എത്ര 64 മീറ്റർ. ഓക്കെ ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. ആംഗിൾ 30-45 ഡിഗ്രി. ഒരു 2 മൂവിങ് പാർട്ടിക്കിൾ, ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിൽ വരച്ചേക്കുന്നു. ഒരെണ്ണം 30 ഡിഗ്രി വരച്ചേക്കുന്നു.
റേഷ്യോ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് വെലോസിറ്റീസ്. ഈസി ആയിട്ട് നമുക്കറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വൈ ആക്സ് ഡിവൈഡ് ബൈ, ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വൈ ആക്സ് ഡിവൈഡ് ബൈ എക്സ് ആക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും ഇല്ലേ, അല്ലെങ്കിൽ സ്ലോപ്പ് എടുത്താൽ നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം, അതെന്താ കിട്ടുന്നത്, വെലോസിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് സ്ലോപ്പ് എടുത്താൽ മതി. നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് അല്ലേ. സോ രണ്ട് പാർട്ടികളുണ്ട്, രണ്ട് പാർട്ടികളുടെയും റെസ്പെക്റ്റീവ് റേഷ്യോസ് ആയി വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രിയാണ്. സോ ടാൻ 45, സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ എടുത്താൽ മതി. സോ ടാൻ 45 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. അതെന്താ, വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ. ഇനി വെലോസിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ നമുക്ക് എങ്ങനെ കിട്ടും, ടാൻ 30 എടുത്താൽ മതി ഇല്ലയോ, ടാൻ 30 ഇല്ലേ, y ബൈ എക്സ് ടാൻ 30 എടുക്കുമ്പോൾ നമുക്ക് √3 കിട്ടും. സോ V1 ഈസ് ടു V2 നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, V1 ഈസ് ടു V2 നമുക്ക് എന്ത് കിട്ടും, 1 ഈസ് ടു √3 കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. A small block slides without friction down an inclined plane starting from rest. Okay, let the Sn be the distance traveled from time t is equal to n minus 1 to t is equal to n. Okay, അങ്ങനെയാണെങ്കിൽ Sn divided by Sn plus 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം Sn-ന്റെ ഇക്വേഷൻ എന്താ, Sn എന്ന് പറഞ്ഞാൽ എന്ത് സെക്കൻഡിൽ സഞ്ചരിച്ചാലോ. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സഞ്ചരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് സെക്കൻഡ് 0 മുതൽ 1 വരെയുള്ള സമയത്ത് സഞ്ചരിച്ചത്. സെക്കൻഡ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, 1 മുതൽ 2th സെക്കൻഡ് വരെ. ശരിക്കും പറഞ്ഞാൽ n മുതൽ, അതായത് എനിക്കറിയത്തില്ല, n-1 സെക്കൻഡ് മുതൽ n സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരം, അത് ശരിക്കും പറഞ്ഞാൽ എന്ത് തന്നെയാണ്, n തന്നെയല്ലേ. സോ ശരിക്കും പറഞ്ഞാൽ n തന്നെ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ, t ഈസ് ഈക്വൽ ടു n-1 ടു t ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, n-1 സെക്കൻഡ് മുതൽ nth സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരം തന്നെയാണെന്ന് തോന്നുന്നത് Sn എന്ന് പറയുന്നത്. ഓക്കെ. സോ Sn ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം, u പ്ലസ് a/2 ഇൻറ്റു 2n-1 നമുക്കറിയാം അല്ലേ, നമുക്കറിയാം. സോ Sn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, ഈസിയാ, u പ്ലസ് a/2 ഇൻറ്റു 2 ഇൻറ്റു n പകരം n+1 കൊടുക്കുക. സോ 2 ഇൻറ്റു n+1 -1. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ നമുക്കറിയാം രണ്ട് കേസിലും ബോഡി സ്റ്റാർട്ടിങ് ഫ്രം എന്താ, റെസ്റ്റ്, u എന്താ, 0. സോ Sn ഡിവൈഡഡ് ബൈ Sn പ്ലസ് 1 ഈസ് ഈക്വൽ ടു a/2 ക്യാൻസൽ ആയി പോകും, മുകളിൽ 2n-1 വരും, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, 2n plus 2 minus 1 which is equal to 2n minus 1 divided by 2n plus 1. Okay, so 2n minus 1 divided by 2n plus 1. ഓപ്ഷൻ സി ആണ് എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ വെച്ചേക്കുന്നത്, എ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് നോട്ടീസസ് ത്രൂ ദ വിൻഡോ ഓഫ് ഹൈറ്റ് 1.5 മീറ്റർ എ ബാൾ ഡ്രോപ്ഡ് ഫ്രം റൂഫ് ഓഫ് ബിൽഡിംഗ് ക്രോസസ് ദ വിൻഡോ ഇൻ 0.1 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ആൾ ഇരിപ്പുണ്ടായിരുന്നു. ആളൊരു 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു വിൻഡോയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ കണ്ടത്, ഒരു ബോൾ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തൊരു ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. പാസ് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 0.1 സെക്കൻഡ് എടുത്ത് അല്ലേ. 0.1 സെക്കൻഡ് കൊണ്ട് ഇതെന്ത് ചെയ്ത് ആ വിൻഡോ പാസ് ചെയ്ത് പോയി. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബാൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദ വിൻഡോ. അതായത് ഈ പോയിന്റിലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഈ പോയിന്റ് ഒരു വെലോസിറ്റി കാണും, അതിനെ ഞാൻ u എന്ന് വിളിക്കുക. ഓക്കെ, ഈ u വെലോസിറ്റിയിൽ ഇത് എന്ത് ചെയ്തു, 0.1 സെക്കൻഡ് കൊണ്ട് 1.5 മീറ്റർ സഞ്ചരിച്ച്. നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം, s ഈസ് ഈക്വൽ ടു എന്താ, ut പ്ലസ് ½ at². ഇക്വേഷൻ ഉണ്ടായിക്കൂടെ, ഉണ്ടാക്കാം. എ നമുക്കറിയാം, എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാവിറ്റിയാണ്, ഡ്രോപ്പ് ചെയ്ത. u എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിന്റിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി. ഇവിടുത്തെ സമയം എത്ര, 0.1 സെക്കൻഡ് സഞ്ചരിച്ചല്ലേ, 0.1. അപ്പോൾ t നമ്മുടെ കയ്യിലുണ്ട്, a നമ്മുടെ കയ്യിലുണ്ട്, അതേപോലെ എസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, യുവിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, ആ വിൻഡോയുടെ ഹൈറ്റ് അല്ലേ, ആ വിൻഡോയുടെ അത്രയും ഹൈറ്റ് 0.1 സെക്കൻഡിൽ പാസ് ചെയ്ത് പോയി. ഓക്കെ ആണേ. ഓക്കെ, സോ 1.5 ഈസ് ഈക്വൽ ടു, ഈസി ആയിട്ട് എഴുതാം, യു ഇൻറ്റു ടി. ടി ഇവിടെ എത്ര, 0.1 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ടി 0.1 സെക്കൻഡ്. സോ യു ഇൻറ്റു 0.1 പ്ലസ് ½ ഇൻറ്റു acceleration -10 അല്ലേ.
നമുക്ക് ഇവിടെ സൈൻ കൺവെൻഷനൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ താഴോട്ടുള്ളതെല്ലാം എന്ത് ചെയ്യുക, താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, മുകളിലോട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതി വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്തേക്കുക, ഇവിടെ ഞാൻ വേണ്ട, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഞാൻ താഴോട്ടാണ്, ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ താഴോട്ടാണ്. സോ അത് -1.5 എടുക്കാം. ഇനി അതേപോലെ വെലോസിറ്റി യു എന്ന് പറയുന്നത് താഴോട്ടാണ്, അതപ്പം അതുകൊണ്ട് അതും നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആക്സലറേഷൻ അതും താഴോട്ടാണ്, അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം, ×0.1² അല്ലേ, 0.1 × 0.1. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസ് ദാണ്ടെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് എല്ലാം കൂടെ കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് വരും, ഇക്വേഷൻ 1.5 ഈസ് ഈക്വൽ ടു 0.1u അല്ലെങ്കിൽ u/10 എന്ന് എഴുതിക്കോട്ടെ, u/10 ഓക്കെ, പ്ലസ് 5/100 അല്ലേ, 5/100. 0.1നെ 1/10 എന്ന് എഴുതാം, 0.1 × 0.1 1/10 × 1/10 അല്ലെങ്കിൽ ടോട്ടൽ എന്ത് ചെയ്യാം, ഈ 2ഉം 5ഉം കൂടെ 10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 5/100 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് യു ആണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. യു മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിലെല്ലാം എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോ u/10 ഈസ് ഈക്വൽ ടു 1.5നെ എനിക്ക് എന്ത് ചെയ്യാം, 15/10 എന്ന് എഴുതാം. 15/10 മൈനസ് 5/100. മൊത്തത്തിൽ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് u ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 15 മൈനസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/10 എന്ന് വരും, അല്ലെങ്കിൽ 0.5 വരും അല്ലേ. സോ യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 14.5 എന്ന് കിട്ടും. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ 14.5 m/s. ഓക്കെ, ഈ ടോപ്പിൽ ഉള്ള വെലോസിറ്റി കിട്ടും. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A ball is thrown vertically downward with a velocity of 20 m/s from the top of tower. It hits the ground after some time with a velocity of 80 m/s. The height of the building അല്ലേ, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. ഇത് നീറ്റ് 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത 2 ക്വസ്റ്റ്യൻസ് 2020 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നോക്കാം നമുക്ക് ഇതെങ്ങനെ ആൻസർ ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. G = 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. നമുക്ക് ഫൈനൽ വെലോസിറ്റി അറിയാം, ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, നമുക്ക് സമയം അറിയത്തില്ല അല്ലേ. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ S = എന്താ, ut + ½ at². പക്ഷേ ഈ ഇക്വേഷനെ തൊട്ട് S കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം, ടൈം വേണം. പക്ഷേ ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ലയോ, യൂണിഫോം ആക്സലറേഷൻ്റെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ നമുക്കറിയാം. സോ ഈ ഇക്വേഷനകത്തോട്ട് ഇത് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാ, ഫൈനൽ വെലോസിറ്റി 80. നമുക്കറിയാം നമ്മൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. ബോൾ എന്ത് ചെയ്തേക്കുക, താഴോട്ട് എറിഞ്ഞേക്കുക അല്ലയോ, സോ v = -80 വിച്ച് ഈസ് ഈക്വൽ ടു യുവിനെ -20 എന്ന് കുറിക്കാം. അതേപോലെ -80 -10 × t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മൈനസ് എല്ലായിടത്തും എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുക, നമുക്ക് t മാത്രം കണ്ടുപിടിക്കണം. സോ t = നമുക്ക് എന്ത് കിട്ടും, 60/10 അല്ലെങ്കിൽ 6 എന്ന് കിട്ടും. ഓക്കെ, t = 6 സെക്കൻഡ് എന്ന് കിട്ടും. t കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. s = എന്ത് ചെയ്യുക, പ്ലഗ് ചെയ്ത് കൊടുക്കുക ഇക്വേഷനകത്തോട്ട്. ഇതാ നോക്കിയാൽ u എന്ന് പറഞ്ഞാൽ എത്ര, -20. സോ -20 × 6 -½ × 10 × ½ at² അല്ലേ, t². സോ 6² എത്ര, 36. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എല്ലാത്തിൽ നിന്നും കോമൺ എടുക്കാം. 20 × 6 120 കിട്ടും. 120 പ്ലസ് നമുക്ക് 36 × 10 360. 360/2 180. ഓക്കെ, സോ 180 + 120 200 280 300 -300. ഓക്കെ, ഇവിടെ -300 വന്നത് എന്താ, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ മെഷർ ചെയ്ത് എങ്ങനെയാണ്, ഹൈറ്റ്, ടവറിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്ത് എങ്ങനെയാണ്, താഴോട്ടാണ്, മേളിൽ നിന്ന് താഴോട്ട്. സോ ശരിക്കും ടവറിൻ്റെ ഹൈറ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, 300 മീറ്റർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാം. നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ചോദിച്ചേക്കുന്നത്, എ പേഴ്സൺ ട്രാവലിംഗ് ഓൺ സ്ട്രൈറ്റ് ലൈൻ മൂവ്സ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി v1 ഫോർ എ ഡിസ്റ്റൻസ് സെറ്റ്സ് ആൻഡ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി v2 ഫോർ ദ നെക്സ്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ്. ഇതും നീറ്റിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നമുക്കറിയാം, ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം അല്ലേ, 2v1 v2 / v1 + v2 ആണ്. സോ ഡയറക്റ്റ് അങ്ങനെ ഇക്വേഷൻ ഇവിടെ കിടപ്പില്ല. പക്ഷേ നമുക്കറിയാം എന്താണ്, ഓപ്ഷൻ ബി കണ്ടോ, ഓപ്ഷൻ ബി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി എഴുതി നോക്ക്. 2/v =
V2 plus V1 divided by V1 V2. So V is equal to എന്ത് കിട്ടും 2 V1 V2 divided by V1 plus V2. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഫ്ലോർ ഓഫ് ആൻ എലിവേറ്റർ ഡ്രോപ്സ് എ കോയിൻ. ദ കോയിൻ ടച്ചസ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ ഇൻ ടൈം T1 when the elevator is stationary. ഓക്കെ, എലിവേറ്റർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് T1 സമയം എടുത്ത് ആ ഡ്രോപ്പ് ചെയ്ത കോയിൻ താഴെ വന്ന് വീഴാൻ. ഇനി എലിവേറ്റർ എന്ത് ചെയ്യല്ല, സ്റ്റേഷനറി അല്ല, എന്ത് ചെയ്യുക, മൂവിങ് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുക. അതായത് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക. അവിടെ ആക്സലറേഷൻ ഒന്നുമില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ T2 സമയം കൊണ്ട് ആ കോയിൻ എന്ത് ചെയ്യും, വീഴുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക, അപ്വേർഡ് ആയിട്ടായിക്കോട്ടെ ഡൗൺവേർഡ് ആയിട്ടായിക്കോട്ടെ, എങ്ങനെയായാലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആ കോയിന് എന്ത് കാണും, ആ സെയിം വെലോസിറ്റി, എലിവേറ്ററിന്റെ വെലോസിറ്റി എന്താണോ അതേ വെലോസിറ്റി ആർക്കും കാണും, ആ കോയിനും കാണും. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോഴായാലും താഴോട്ട് പോകുമ്പോഴായാലും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല വ്യത്യാസം വരുമോ? ഇല്ല. കാരണം എലിവേറ്ററിനും ആ കോയിനും നിൽക്കുന്ന എനിക്കും ഒക്കെ എന്താണ്, സെയിം യൂണിഫോം വെലോസിറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലിവേറ്ററിന് പുറത്തോട്ട് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ, യൂണിഫോം മോഷനിലാണ് എലിവേറ്റർ പോകുന്നതെങ്കിൽ എലിവേറ്ററിന് പുറത്തോട്ട് നോക്കാതിരുന്ന, സറൗണ്ടിങ് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തേ തോന്നത്തുള്ളൂ, ആ എലിവേറ്റർ ഒരു റെസ്റ്റിലാണെന്ന് തോന്നത്തുള്ളൂ, അല്ലയോ? ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിലേറ്റീവ് മോഷനോ റിലേറ്റീവ് ആക്സലറേഷനോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ, സിമ്പിളായിട്ട് പറയാം, T1 എന്ന് പറയുന്ന സമയം തന്നെ ആയിരിക്കും എന്തോന്ന്, T2 എന്ന് പറയുന്ന സമയവും. കാരണം എന്താ, ഇപ്പം മുകളിലോട്ട് പോവുക, അതായത് ഞാൻ എലിവേറ്ററും V വെലോസിറ്റിയിൽ മുകളിലോട്ട് പോകുന്നു, കോയിനും V വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്. സോ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് റെസ്റ്റിലിരിക്കുമ്പോൾ എങ്ങനെയാണോ വന്ന് തറയിൽ വീഴുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂണിഫോം മോഷനിലാണെങ്കിലും അത് തറയിൽ വീഴുന്നത്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് പറയാം എന്തായത്, T1 is equal to T2. കൺസെപ്ച്വൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, Preeti reached the metro station and found that the escalator was not working. She walked up the stationary escalator in time T1. On other days, if she remains stationary on the moving escalator, then the escalator takes her up in time T2. Then time taken by her walk up on the moving escalator will be. Okay, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രീതി ഒരു എസ്കലേറ്റർ കയറി ഒരു H ഹൈറ്റ് എന്ത് ചെയ്യാൻ പോവുക, എസ്കലേറ്റർ കയറി പോകാൻ പോവുക. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എന്ത് ചെയ്യും, പ്രീതി എസ്കലേറ്ററിൽ വെറുതെ നിൽക്കാറുണ്ട്. അപ്പോൾ എസ്കലേറ്റർ ഇതിനെ എന്ത് ചെയ്യും, T2 സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, T2 സമയം കൊണ്ട് മേളിലെത്തിക്കുന്നുണ്ട്, അല്ലേ? T2 സമയം കൊണ്ട് മേളിലെത്തിക്കുന്നുണ്ട്. ഇനി എസ്കലേറ്റർ ഒരു ദിവസം കംപ്ലൈന്റ് ആയിരുന്ന ദിവസം പ്രീതി എത്ര സമയം കൊണ്ടെത്തി, T1 സമയം കൊണ്ടെത്തി. അതായത് പ്രീതി എന്ത് ചെയ്ത്, എസ്കലേറ്റർ കൂടെ നടന്ന് കയറി. ഓക്കെ, നടന്ന് കയറി, ഇപ്പോൾ T1 സമയം കൊണ്ടെത്തി. ഇനി നടക്കാതിരുന്ന് കഴിഞ്ഞാൽ T2 സമയം കൊണ്ട് മേളിലെത്തും. അതായത് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതെന്താ, എസ്കലേറ്റർ എടുക്കുന്ന സമയമാണ് T2 എന്ന് പറയുന്നത്. അതുപോലെ പ്രീതി എടുക്കുന്ന സമയമാണ് T1 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം എന്താ, ഒരു മൂവ് ചെയ്യുന്ന എസ്കലേറ്ററിനകത്ത് ആര് കയറാൻ പോവുക, പ്രീതി കയറാൻ പോവുക. പ്രീതി എന്നിട്ട് എന്ത് ചെയ്യാൻ പോവുക, നടക്കുകയും കൂടെ ചെയ്യാൻ പോവുക. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് പ്രീതി മേളിലെത്തും? ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ നോക്കിയേ, ഞാനിവിടെ പുറത്തുനിന്ന് നോക്കാൻ പോവുക. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും പ്രീതി സാധാരണ എസ്കലേറ്റർ ആദ്യമേ മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രീതി മൂവ് ചെയ്യുന്ന സ്പീഡ് നമുക്കറിയാം. എത്ര, വെലോസിറ്റി ഓഫ് പ്രീതി, VP എന്ന് വിളിക്കാം. വെലോസിറ്റി ഓഫ് പ്രീതി എത്ര, പ്രീതിയുടെ വെലോസിറ്റി എത്ര, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് നമുക്കറിയാം, ഒരൊറ്റ ഡിസ്റ്റൻസാണ് ഇവിടുന്ന് ഇവിടം വരെ. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താ, സെയിം ആണ്. ഓക്കെ, സോ സെയിം ആണ്. സോ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് ഞാൻ D എന്ന് തന്നെ വിളിക്കുന്നു. D ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് സഞ്ചരിക്കാനായിട്ട് എടുത്ത സമയം എത്ര ആയിരുന്നു, പ്രീതി മാത്രമായിരുന്നെങ്കിൽ T1 സമയമായിരുന്നു എടുത്തത്. ഓക്കെ ആണേ? ഓക്കെ, ഇനി ഞാൻ നോക്കിയേ, അതേപോലെ എനിക്ക് വേണമെങ്കിൽ എസ്കലേറ്ററിന്റെ മാത്രം വെലോസിറ്റി എനിക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഇത് തന്നെ, എസ്കലേറ്റർ തനിച്ചായാലും പ്രീതിയും കൊണ്ടായാലും ഒരേ ദൂരം തന്നെ പോകുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ, അങ്ങനെ എസ്കലേറ്റർ മാത്രമാണെങ്കിൽ എസ്കലേറ്റർ എടുക്കുന്ന സമയം എത്ര, എസ്കലേറ്റർ എടുക്കുന്ന സമയം T2 ആയിരുന്നു, അല്ലേ? എസ്കലേറ്റർ എടുക്കുന്ന സമയം T2. ഓക്കെ, സോ ഇനി ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം എന്തോ സംഭവിക്കുന്നത്, എസ്കലേറ്റർ മുകളിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ആര് ചെയ്യുന്നുണ്ട്, പ്രീതി എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൾറെഡി മൂവ് ചെയ്യുന്ന എസ്കലേറ്ററിനകത്തൂടെ പ്രീതി എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു പോകുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ്കലേറ്റർ ഇങ്ങനെ മൂവ് ചെയ്യുക ഒരു V വെലോസിറ്റിയിൽ എസ്കലേറ്റർ ഇങ്ങനെ എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ പ്രീതി എന്ത് ചെയ്യുക, പ്രീതി VP വെലോസിറ്റിയിൽ പ്രീതി എന്ത് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ എസ്കലേറ്ററിനകത്ത് നിൽക്കുക, എസ്കലേറ്ററിനകത്ത് V വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്കലേറ്ററിനകത്ത് വീണ്ടും ഒരു VP വെലോസിറ്റിയിൽ ആര് മൂവ് ചെയ്യാൻ തുടങ്ങുക, നമ്മുടെ പ്രീതി മൂവ് ചെയ്യാൻ തുടങ്ങുക. ആ VP വെലോസിറ്റിയിൽ മൂവ് ചെയ്താലേ T1 സമയം കൊണ്ട് നമ്മൾ എത്തത്തുള്ളൂ. വെറുതെ നിൽക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതേ സ്പീഡിൽ ആര് കയറാൻ പോകുന്നത്, ഈ
വി വെലോസിറ്റിയിൽ എസ്കലേറ്റർ പോയാലും പ്രീതി കയറാൻ പോകുന്നത് ഏത് വെലോസിറ്റിയിലാണ്? വി പി വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കയറാൻ പോകുന്നത്. കാരണം പ്രീതിയെ സംബന്ധിച്ച് വെറുതെ നിൽക്കുക, ഈ എസ്കലേറ്റർ മൂവ് ചെയ്യുക, വി വെലോസിറ്റിയിൽ എസ്കലേറ്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രീതിയെ സംബന്ധിച്ച് എന്താ? പ്രീതിക്ക് ഇപ്പോൾ ഏത് വെലോസിറ്റി ഉണ്ട്? വി വെലോസിറ്റി ഉണ്ട്. ഇത് കൂടാതെ പ്രീതി എന്ത് ചെയ്യും? വി പി വെലോസിറ്റിയിലൊന്നും നടക്കുകയും കൂടെ ചെയ്യും. സോ ടോട്ടൽ വെലോസിറ്റി നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? വി പി പ്ലസ് കേട്ടോ ടോട്ടൽ വെലോസിറ്റി. വെളിയിൽ നിന്ന് ഇങ്ങനെ പ്രീതിയെ നോക്കുമ്പോഴത്തേക്കും പ്രീതിക്കുള്ള ടോട്ടൽ വെലോസിറ്റി എന്തായിരിക്കും? വി പി പ്ലസ് വി ഇ ആയിരിക്കും അല്ലേ? വി പി പ്ലസ് വി ആൾറെഡി പ്രീതിക്കുള്ള വെലോസിറ്റിയാണ്. കാരണം സ്റ്റേഷനറി ആയിട്ട് നിന്നാലും എസ്കലേറ്ററിനകത്ത് വെറുതെ കയറി നിന്നാലും ഈ എസ്കലേറ്റർ കൊണ്ടുപോകുന്നൊരു വെലോസിറ്റിയാണ്. അതുകൂടാതാണ് പ്രീതി എന്ത് ചെയ്യുന്നത്? പ്രീതി ഒരു വി പി വെലോസിറ്റിയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? കയറി പോകാൻ നോക്കുന്നത്. ഓക്കെ, സോ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ നോക്കുമ്പോൾ മനസ്സിലാവും വി വെലോസിറ്റി ആൾറെഡി ഉണ്ടായിരുന്നു, അത് പോരാഞ്ഞ് വി പി വെലോസിറ്റിയും കൂടെ എടുത്ത് എന്ത് ചെയ്യുക? നടന്നും കൂടെ കയറാൻ പോവുക. സോ ടോട്ടൽ വെലോസിറ്റി എത്ര? വി പി പ്ലസ് വി. എത്ര ഡിസ്റ്റൻസ് ഈ വെലോസിറ്റിയിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനടുത്ത് സമയം കണ്ടുപിടിച്ചാൽ പോരെ? എളുപ്പമാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ടൈമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ ഡി ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി നമുക്കറിയാം വി പി പ്ലസ് വി എല്ലോ. വി പി എത്ര? ഡി ബൈ ടി വൺ പ്ലസ് വി എത്ര? ഡി ബൈ ടി ടു. വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ പോട്ടെ, നമുക്കിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡി എല്ലായിടത്തും ക്യാൻസൽ ചെയ്യാം അല്ലയോ? ഡി എല്ലാം ക്യാൻസൽ ചെയ്യാം. സോ 1 by t is equal to 1 by t1 plus 1 by t2. Sorry, 1 by t2. 1 by t2. Okay, so t is equal to നമുക്ക് എന്ത് കിട്ടും? t1 t2 divided by t1 plus t2 എന്ന് കിട്ടും. ഈസിയല്ലേ? t1 t2 divided by t1 plus t2. ഓപ്ഷൻ ഡി ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ഐഡിയ മനസ്സിലായല്ലോ. നമുക്ക് ഇത് സിമിലർ ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാസ്റ്റർ ക്ലാസ്സിലൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ if the velocity of a particle is v is equal to at plus bt square where a and b are constants, then the distance traveled by it between 1 second and 2 seconds is. Okay, 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയ്ക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വെലോസിറ്റി ടൈം ഫംഗ്ഷൻ നമുക്ക് തന്നേക്കുന്നത്, നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ് നമുക്ക് ശരിക്കും എന്താ കിട്ടുന്നത്? വെലോസിറ്റി കിട്ടുന്നത്. അതിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഡി എക്സ് ഈസിക്കൽ നമുക്ക് എന്ത് എഴുതാം? വി ഡി ടി എന്ന് എഴുതാം. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും അല്ലയോ? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടം തൊട്ട് എവിടം വരാ? ഇനിഷ്യൽ പൊസിഷൻ 0 ആണെന്ന് വിചാരിക്കുക, അത് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. സോ 0 to x. ടൈം എവിടം തൊട്ട് എവിടം വരാം? 1 to 2 സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ ഡി എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ ലിമിറ്റാണ് കൊടുക്കുന്നത്. 0 മുതൽ എക്സ് വരെ എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. ഓക്കെ, ഇനിഷ്യൽ പൊസിഷൻ 0 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. ഇവിടെ സമയം എത്ര? 1 to 2. ഓക്കെ ആണേ? ഓക്കെ, സോ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഡിസ്റ്റൻസ് കിട്ടും, എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് എക്സ് ആയതുകൊണ്ട് എക്സ് -0 അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 വി ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to 2 വി ഡി ടി കണ്ടുപിടിക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താ? എ ടി പ്ലസ് ബി ടി സ്ക്വയർ ഇൻറ്റു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ടിക്ക് ലിമിറ്റ് കൊടുക്കണം. ടിക്ക് ലിമിറ്റ് കൊടുക്കുമ്പം എവിടം തൊട്ട് എവിടം വരെ? 1 to 2 വരെ. പ്ലസ് അടുത്ത ടൈം എന്തായിരുന്നു? ബി ടി സ്ക്വയർ ആയിരുന്നു. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ബി ടി ക്യൂബ് ബൈ 3 കിട്ടും. ടിക്ക് ലിമിറ്റ് കൊടുക്കുക എവിടം തൊട്ട് എവിടം വരെ? 1 to 2 വരെ. വിച്ച് ഈസ് ഈക്വൽ ടു എ ബൈ 2 ഇൻറ്റു ടി സ്ക്വയർ 4 - 1. 4 - 1 എത്ര കിട്ടും? 3 വരും. പ്ലസ് അതേപോലെ ടി ക്യൂബ് 2 ക്യൂബ് ആകുമ്പോൾ 8 -1 7. ഓക്കെ, 7b ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, 3a ബൈ 2 പ്ലസ് 7b ബൈ 3. ഓക്കെ, ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്തൂടെ? ഈസി ആയിട്ട് ചെയ്യാം. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ വെച്ചേക്കുന്നത്? 2 cars P and Q starts from a point at the same time in a straight line and their positions are represented by HP. ഓക്കെ, പൊസിഷൻ തന്നിട്ടുണ്ട്, HP തന്നിട്ടുണ്ട്, HQ തന്നിട്ടുണ്ട്. At what time do the cars have the same velocity? ഓക്കെ, നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി അല്ലയോ? നമുക്കറിയാം. സോ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി രണ്ട് സെയിം ആവുമ്പം സെയിം ആവുന്ന സമയമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ മതി. വെലോസിറ്റി ഓഫ് പി ഡി എക്സ് പി ബൈ ഡി ടി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റ് എന്ത് കിട്ടും നമുക്ക്? എ പ്ലസ് 2b
ടി എന്ന് കിട്ടും. അതേപോലെ വെലോസിറ്റി ഓഫ് ക്യൂ നമുക്ക് ഇതിനെ ഡെറിവേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് എന്ത് കിട്ടും? എഫ് മൈനസ് 2t എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വാട്ട് ടൈം ദീസ് കാർസ് ഹാവ് സെയിം വെലോസിറ്റി, അതായത് വി പി ഈസ് ഈക്വൽ ടു വി ക്യു ആവുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. എ പ്ലസ് 2bt ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 2t. നമുക്ക് എന്ത് കിട്ടും? ടിയുടെ ടൈംസ് എല്ലാം ഒരുമിച്ചാക്കാം, ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ 2bt പ്ലസ് 2t ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ അല്ലേ? ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ ടി കോമൺ എടുത്തു, ബാക്കി താഴെ എന്ത് വരും? 2b പ്ലസ് 2 എന്ന് വരും അല്ലയോ? 2b പ്ലസ് 2 എന്ന് വരും. സോ എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ 2 കോമൺ എടുക്കുക അല്ലേ? ഇവിടെ താഴെ 2 കോമൺ എടുക്കുക. എഫ് മൈനസ് എ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ബി പ്ലസ് 1. ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് 0 ദ ഡിസ്റ്റൻസ് കവേർഡ്. ഒരു കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ഡിസ്റ്റൻസ് 0 ആണെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു ബോഡി ഇവിടം വരെ പോയി തിരിച്ചു വന്നു, ഡിസ്പ്ലേസ്മെന്റ് എന്താവും? 0 ആവും. പക്ഷേ ഡിസ്റ്റൻസ് എന്താവും? ടോട്ടൽ ഇത്രയും കവർ ചെയ്ത ഡിസ്റ്റൻസ് ആവും. ഓക്കെ, സോ അത് 0 ആണോ നിർബന്ധമില്ല. ഇനി ഒരു ബോഡി ഇവിടെ തുടങ്ങി, അത് എവിടെയും പോയില്ല, അവിടെ തന്നെ നിന്നു, അങ്ങനെ ആണെങ്കിൽ ഡിസ്റ്റൻസും 0 ആണ്, ഡിസ്പ്ലേസ്മെന്റും 0 ആണ്. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഡിസ്റ്റൻസിന് 0 ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് പറയാം? മേ ഓർ മേ നോട്ട് ബി 0 എന്ന് പറയാം. ഓപ്ഷൻ 2 റൈറ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, നോക്കാം എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? മിൽഖ സിംഗ് ക്യാൻ കവർ 1 റൗണ്ട് ഓഫ് എ സർക്കുലർ പാർക്ക് ഇൻ 40 സെക്കൻഡ്. 40 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? മിൽഖ സിംഗ് ഒരു സർക്കുലർ പാർക്ക് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ഓക്കെ, ഒരു സർക്കുലർ പാർക്ക് കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ മിൽഖ സിംഗിന് എത്ര സമയം വേണം? 40 സെക്കൻഡ് വേണം. ഇനി 1 മിനിറ്റ് 40 സെക്കൻഡിൽ ഹി വിൽ കവർ എ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, 1 മിനിറ്റിൽ 40 സെക്കൻഡ് കൊണ്ട് അയാൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 60 സെക്കൻഡ്. 60 സെക്കൻഡ് 40 സെക്കൻഡ് കൂടെ മൊത്തത്തിൽ എത്ര സെക്കൻഡ്? 100 സെക്കൻഡ്. 100 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 40 സെക്കൻഡ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു 40 കൂടെ എടുക്കുക, അതായത് 80 സെക്കൻഡ്. 80 സെക്കൻഡ് എത്ര റൊട്ടേഷൻ കഴിയും? 2 റൊട്ടേഷൻ കഴിയും ഇല്ലയോ? 2 റൊട്ടേഷൻ കഴിയും. ഇനി 100 സെക്കൻഡ് ആവും, ഇനി 20 സെക്കൻഡ് കൂടെ വേണം. അപ്പോൾ ശരിക്കും 40 സെക്കൻഡ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമെങ്കിൽ 20 സെക്കൻഡ് എന്ത് ചെയ്യും? ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയും. സോ ശരിക്കും പറഞ്ഞാൽ മിൽഖ സിംഗ് 100 സെക്കൻഡ് കൊണ്ട് എത്ര റൊട്ടേഷൻ കഴിയും? 40 കൊണ്ട് 1, വീണ്ടും 40 കൊണ്ട് 1, 80 ആയി. ഇനി 20 കൊണ്ട് എന്ത് ചെയ്യും? അരയും കൂടെ ഇല്ലയോ? സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിൽഖ സിംഗ് ഇവിടെ തുടങ്ങിയാൽ എവിടെ വന്ന് നിൽക്കും? ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ ആണോ? ഓക്കെ, സോ ടോട്ടൽ കവർ ചെയ്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇനിഷ്യൽ പോയിന്റ് ഇവിടെ, ഫൈനൽ പോയിന്റ് ഇവിടെ വന്ന് ഇവിടെയല്ലേ നിന്നത്. സോ സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഡിസ്റ്റൻസ് 2r ആയിരിക്കും. ഓക്കെ, സോ 2r. അപ്പോൾ ഓപ്ഷൻ 3 4 ആയിരിക്കാം. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര റൊട്ടേഷൻ കറങ്ങി? 2 കംപ്ലീറ്റ് റൊട്ടേഷനും ഒരു ഹാഫ് റൊട്ടേഷനും കഴിഞ്ഞില്ലയോ? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര? 2πr. ഒരു കംപ്ലീറ്റ് റൊട്ടേഷനും കൂടെ കഴിഞ്ഞു, അതായത് 2 × 2πr അല്ലയോ? ഒരു 2πr കൂടെ കറങ്ങി. ഓക്കെ, 2 വട്ടം 2πr ഇറങ്ങി. ഇനി എന്ത് ചെയ്തു? ഒരു πr കൂടെ കറങ്ങി. 2πr ഇറങ്ങിയില്ല, ഒരു πr കൂടെ കറങ്ങി അല്ലയോ? സോ പ്ലസ് πr വിച്ച് ഈസ് ഈക്വൽ എത്ര? 4πr പ്ലസ് πr 5πr. ഓക്കെ അല്ലയോ? ഓക്കെ, സോ ഡിസ്റ്റൻസ് എന്ത് കിട്ടും? 5πr കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് 2r കിട്ടും. ഈസി ആയിട്ട് ചെയ്തൂടെ? ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതെന്താ ചോദിച്ചേക്കുന്നത്? ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം പോയിന്റ് പി ടു പോയിന്റ് ക്യൂ. ഓക്കെ, പോയിന്റ് പി തന്നിട്ടുണ്ട് 2,3,5. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു? ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്തു 3,4,5. ഓക്കെ, സോ നമുക്കറിയാം പി ക്യൂ എന്ന് പറയുന്ന വെക്ടറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. പി ക്യൂ എന്ന് പറയുന്ന വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ വെക്ടറല്ലേ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെന്റ് വെക്ടറല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണ്. സോ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഒ ക്യൂ വെക്ടർ മൈനസ് ഒ പി വെക്ടർ ചെയ്താൽ മതി ഇല്ലയോ? ഇത് വന്ന വഴിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആൾറെഡി അറിയാവുന്ന കാര്യം. ഓക്കെ, അതായത് ഒ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ. പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് പി. ഓക്കെ, സോ എനി വെക്ടർ എ ബി എന്ന് പറയുന്ന ഒരു വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് പറയുന്ന വെക്ടർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലയോ? പി ഇതായിരുന്നു വിചാരിക്കുക, ക്യൂ ഇതായിരുന്നു വിചാരിക്കുക. പി ടു ക്യൂവിലുള്ള വെക്ടർ നമുക്ക് എങ്ങനെ കിട്ടും? കണ്ടോ നമ്മുടെ ട്രയാങ്കിളിലോ വെച്ചിട്ട് ഒ പി പ്ലസ്
പി ക്യൂ ഈസ് ഈക്വൽ ടു എന്താ ഒ ക്യൂ ആ അല്ലയോ ഒ ക്യൂ ആ അല്ലേ നമ്മുടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ പി ക്യൂ നമുക്ക് എങ്ങനെ കിട്ടും ഒ ക്യൂ മൈനസ് ഒ പി ചെയ്താൽ മതി ഓക്കെ ആന്നേ ഓക്കെ സോ ഒ ക്യൂ എങ്ങനെ കണ്ടുപിടിക്കാം ഒ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 3i പ്ലസ് 4j പ്ലസ് 5k ഓക്കെ മൈനസ് നമുക്ക് ഒ പി എന്താ ഒ പി എന്ന് പറയുമ്പോൾ 2i പ്ലസ് 3j പ്ലസ് 5k അപ്പോൾ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ എന്ത് കിട്ടും 3 മൈനസ് 2 3i മൈനസ് 2i i 4 മൈനസ് 3 സോറി മൈനസ് ഓഫ് ഓക്കെ 4 മൈനസ് 3 പ്ലസ് ജെ അതുപോലെ 5 മൈനസ് 5 0 സോ ഐ പ്ലസ് ജെ എന്ന് കിട്ടും അല്ലേ സോ ഐ പ്ലസ് ജെ എന്ന് കിട്ടും ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അങ്ങനെ ഏതാണ്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് എ ട്രെയിൻ കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്റ്റേഷൻസ് വിത്ത് സ്പീഡ് ഓഫ് 30 km/h ആൻഡ് അതർ സെക്കൻഡ് ഹാഫ് ഓക്കെ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം എന്താ 2 ഇൻറ്റു V1 ഇൻറ്റു V2 V1 എത്ര ഇവിടെ 30 ഇൻറ്റു V2 എത്ര ഇവിടെ 70 ഡിവൈഡഡ് ബൈ 70 പ്ലസ് 30 70 പ്ലസ് 30 100 ഓക്കെ വെട്ടിപ്പോവും നമുക്ക് എന്ത് കിട്ടും 42 കിട്ടും അല്ലേ സോ 42 km/h ഈസി അല്ലയോ ഈസി ആയിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ഇക്വേഷനാണ് 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2 ഓക്കെ ആണേ ഓക്കെ അങ്ങനെ ഇതാ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ എ കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഡി ഓൺ എ സ്ട്രേറ്റ് റോഡ് ഇൻ 2 hours ആൻഡ് ദെൻ റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ നെക്സ്റ്റ് 3 hours ഓക്കെ 2 മണിക്കൂർ കൊണ്ട് ഒരു കാറ് ഇവിടുന്ന് അവിടം വരെ പോയി ഡി ഡിസ്റ്റൻസ് പോയി എന്നിട്ട് എന്ത് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്ത് തിരിച്ചു വന്നു 3 മണിക്കൂർ കൊണ്ട് തിരിച്ചും വന്നു ഇറ്റ്സ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര അങ്ങോട്ട് പോകാൻ ഡി ഇങ്ങോട്ട് വരാൻ ഡി സോ 2d ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്ര അങ്ങോട്ട് പോകാൻ 2 മണിക്കൂർ ഇങ്ങോട്ട് വരാൻ 3 മണിക്കൂർ മൊത്തം 5 മണിക്കൂർ സോ 2d ബൈ 5 കിട്ടും ഇനി വെലോസിറ്റിയോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര ഇവിടെ പോയി അവിടെ തന്നെ തിരിച്ചെത്തി സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആയ അല്ലേ സോ ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ 0 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 5 കിട്ടും അതെന്തായി പോവും 0 ആവും ഓക്കെ സോ 2d ബൈ 5 0 ആയി ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ സോ എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ആൻ ഒബ്ജെക്ട് ട്രാവൽസ് 10 km at a speed of 100 meter per second and another 10 km at 50 meter per second. The average speed over the whole distance. Average speed കണ്ടുപിടിക്കാനാണ് വെച്ചിരിക്കുന്നത് അല്ലേ ആദ്യത്തെ 10 കിലോമീറ്റർ അടുത്ത 10 കിലോമീറ്റർ സോ ഈക്വൽ ഡിസ്റ്റൻസ് രണ്ട് ഡിഫറെൻറ്റ് സ്പീഡിൽ കവർ ചെയ്തതാണ് നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ അറിയാം എന്താ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 എത്ര 100 v2 എത്ര 50 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 150 ഓക്കെ ക്യാൻസൽ ആവും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം സോ 200 ഡിവൈഡ് ബൈ 3 വരും അല്ലേ 200 ഡിവൈഡ് ബൈ 3 200 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 66.666 അങ്ങനെ പോകും അല്ലേ 66.7 എന്ന് എഴുതാം സോ ഓപ്ഷൻ സി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത എന്താ ചോദിച്ചേക്കുന്നത് the position x of a particle varies with the time t as x is equal okay position ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് പൊസിഷൻ ടൈം ഫംഗ്ഷൻ തന്നിട്ടുണ്ട് വെലോസിറ്റി അറ്റ് ടൈം t of the particle will be equal to 0 where t is equal to okay സോ വെലോസിറ്റി 0 ആവുന്നത് ഏത് സമയത്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കാം പൊസിഷനും ടൈം ഫംഗ്ഷൻ ആണെന്നെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ dx ഡിവൈഡ് ബൈ dt അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ കിട്ടും വെലോസിറ്റി കിട്ടും സോ വെലോസിറ്റി കണ്ടുപിടിക്കാം v is equal to dx by dt ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടൈമിൽ ഡെറിവേറ്റ് ചെയ്തതിനെ നമുക്ക് എന്ത് കിട്ടും 2at മൈനസ് 3bt സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ദ വെലോസിറ്റി അറ്റ് ടൈം t ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു 0 അപ്പം ഏത് സമയത്താണ് ഇത് 0 ആവുന്നത് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും പറയാൻ പോകും ഏത് സമയമാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുക വെലോസിറ്റി 0 ആവുന്ന സമയം കണ്ടുപിടിക്കണം അതായത് 0 ഈസ് ഈക്വൽ ടു 2at മൈനസ് 3bt സ്ക്വയർ ഓക്കെ വെലോസിറ്റി 0 ആവുന്ന സമയം കണ്ടുപിടിക്കണം ഈസിയാ നമുക്ക് എന്ത് ചെയ്യാം താണ്ട 2at ഈസ് ഈക്വൽ ടു 3bt സ്ക്വയർ എന്ന് എടുത്തിക്കൂടെ ടിയും ക്യാൻസൽ ചെയ്യാം ടിയും ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ എന്ത് കിട്ടും 2a by 3b എന്ന് കിട്ടും 2a by 3b ഓക്കെ
ഓപ്ഷൻ എ ആണ് എന്തോന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ. സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇത് നോക്കിയേ. ഇഫ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് 10 + 2t², then the average acceleration of the particle between 2 seconds and 5 seconds is. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട്. v = എന്താ 10 + 2t² എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ ആവറേജ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ആക്സിലറേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആവറേജ് ആക്സിലറേഷൻ? എ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം അല്ലയോ? അതായത് വെലോസിറ്റി എവിടെ തൊട്ട് എവിടെ വരെ? 2 സെക്കൻഡും 5 സെക്കൻഡും. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റി അറ്റ് 5 സെക്കൻഡ് മൈനസ് വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം. അഞ്ചാമത്തെ സെക്കൻഡ് മൈനസ് രണ്ടാമത്തെ സെക്കൻഡ് അല്ലേ? 5 - 2. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം തന്നെ. ഓക്കെ, നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ dv/dt എന്ന് നമ്മൾ ആക്സിലറേഷനെ പറയും. ഇൻസ്റ്റന്റേനിയസ് അല്ല ആവറേജ് ആണെങ്കിൽ 2 പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ പോയിന്റിലുള്ള വെലോസിറ്റികൾ തമ്മിൽ ആ ഡിഫറൻസ് എടുക്കും അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അഞ്ചാമത്തെ സെക്കൻഡിലുള്ള ചേഞ്ച് മൈനസ് രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി, ചേഞ്ച് അല്ല, അഞ്ചാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി മൈനസ് രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി ഡിവൈഡ് ബൈ ആ ടൈം ചേഞ്ച് 5 - 2. ഓക്കെ, സോ നമുക്കിവിടെ ആരെയൊക്കെ വേണം? v5ഉം വേണം, v2ഉം വേണം. നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ. v5 എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചാമത്തെ സെക്കൻഡ്, ടൈമിന് എന്ത് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. 10 + 2 × 25 which is equal to 60 കിട്ടും. വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? 10 + 2 × 4 8 കിട്ടും അല്ലേ? സോ 18 കിട്ടും. ആവറേജ് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? v5 എത്ര കിട്ടി? 60 - 18 ഡിവൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 60 - 18 നമുക്ക് 42 കിട്ടും അല്ലേ? 42 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 42 ഡിവൈഡ് ബൈ 3 14 കിട്ടും അല്ലേ? 14. സോ നമ്മുടെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഈസി അല്ലയോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇതാ നോക്കിയത് എന്താ വെച്ചേക്കുന്നത്? ഇഫ് എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് 72 km/h ഈസ് ടു ബി ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ ദ റിട്ടാർഡേഷൻ ഷുഡ് ബി. റിട്ടാർഡേഷൻ ചോദിച്ചേക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കേ ഉള്ളൂ അല്ലയോ? ഇവിടെ ആക്സിലറേഷൻ അല്ല, m/s² നമുക്ക് അതുകൊണ്ട് 72 km/h അത് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? m/s കൺവേർട്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിട്ടാർഡേഷൻ കണ്ടുപിടിക്കണം അല്ലയോ? നമുക്കറിയാം v² = എന്താ? u² + 2as. ഈ എസ് എനിക്കറിയാം എത്ര? 100 മീറ്റർ എസ് തന്നിട്ടുണ്ട്. അതേപോലെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം. ഫൈനൽ വെലോസിറ്റി എന്താ? 0 ആയ, റെസ്റ്റിലാവണം 0 ആയ. ഇനിഷ്യൽ വെലോസിറ്റി എത്ര? നമുക്കറിയാം ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് 72 km/h. നമുക്ക് ഈ ഇക്വേഷൻസിനകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. u² = നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ 2as അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? a അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ 2as is equal to -u² അല്ലെങ്കിൽ a is equal to -u² divided by 2a. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് u എന്ന് പറഞ്ഞാൽ 72 km/h അല്ലെങ്കിൽ 72 × 5/18 വിച്ച് ഈസ് ഈക്വൽ ടു 420 m/s അല്ലേ? 20 m/s. സോ 20യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 2s അല്ലേ? 2s which is equal to -400 divided by 2 × 100. So 100 cancel out, -2 m/s². ഓക്കെ, ആക്സിലറേഷൻ അല്ലെങ്കിൽ a is equal to -2 m/s² അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് എത്ര? 2 m/s². ഓക്കെ ആണേ? ഓക്കെ, സോ റിട്ടാർഡേഷൻ ഈസ് 2 m/s². ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A car starts from rest traveling with constant acceleration. If distance covered by it in 10th second of its journey is 19 meter, what will be the acceleration of the car? Okay, എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് 10th സെക്കൻഡിലുള്ള ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലയോ? അത് 19 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നിട്ടുണ്ട് റെസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നിട്ടുണ്ട്. നമുക്കറിയാം SN nth സെക്കൻഡ് സഞ്ചരിച്ച ദൂരത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? SN is equal to u plus a/2 × 2n - 1. സോ ഇവിടെ 10th സെക്കൻഡായി S10 ഈസിക്കൽ എത്ര തന്നിട്ടുണ്ട്? 19 തന്നിട്ടുണ്ട്. ഇത് ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. സോ u എന്തായിട്ട് എടുക്കാം? നമുക്ക് 0 ആയിട്ട് എടുക്കാം. സോ 19 ഈസിക്കൽ ടു a/2 × 2n - 1. ഓക്കെ, സോ 10th സെക്കൻഡായി. എന്നിനെ നമുക്ക് എന്ത് വിളിക്കാം? 10 എന്നും വിളിക്കാം. സോ 19 ഈസിക്കൽ ടു a/2 ×
A/2 into 2 into 10, 20. 20 minus 1, 19. ഓക്കെ, 19 19 ക്യാൻസൽ ആയി പോകും. A is equal to എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ A is equal to 2 meter per second square. ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലം ആയിരുന്നു അല്ലേ? നോക്കിയാൽ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ചോദിച്ചേക്കുന്നത്? എ സ്റ്റോൺ ഫോൾസ് ഫ്രീലി സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ ഫസ്റ്റ് 3 seconds. ഓക്കെ, ഇറ്റ് റിമെയിൻഡ് ഇൻ എയർ ഫോർ, അത് എത്ര നേരം എയറിൽ റിമെയിൻ ചെയ്തെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ. എന്താ നോക്കിയേ? സ്റ്റോൺ ഫാൾസ് ഫ്രീലി സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, സ്റ്റോൺ എന്ത് ചെയ്യാൻ പോവുക? ഇങ്ങനെ താഴോട്ട് വീഴാൻ പോവുക. അത് ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഫ്രീലി ഫോളിങ്. സോ യു ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു, നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ സൈൻ കൺവെൻഷൻ എടുക്കാം, അല്ലെങ്കിൽ താഴോട്ട് വരുമല്ലേ, എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുക? താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുക? പോസിറ്റീവായിട്ട് എടുക്കാൻ പോവുക. സോ എസ് ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തു, ജിയും ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. വെലോസിറ്റി താഴോട്ടാണ് വെലോസിറ്റിയിൽ അതും ഞാൻ എന്ത് ചെയ്യുന്നു? പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകിൽ താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് സൈൻ കൺവെൻഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുക? പോസിറ്റീവായിട്ട് എടുക്കാൻ പോവുക. സോ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. ജി എത്ര? 10 ഇൻറ്റു ടി സ്ക്വയർ. ടി എത്ര? ടി ഇവിടെ നമുക്കറിയത്തില്ലല്ലോ, ടി സ്ക്വയർ. ഓക്കെ, സോ ടി നമുക്കറിയാം, ഫസ്റ്റ് 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചതാണ്. ഓക്കെ, ടി സ്ക്വയർ. ടി എത്ര? 3യുടെ സ്ക്വയർ 9 വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് അന്നേരം 90 ഡിവൈഡ് ബൈ 4 ടു 45 എന്ന് കിട്ടും അല്ലേ? 45. ഓക്കെ, സോ 45 മീറ്റർ എന്ന് കിട്ടും നമുക്ക്. യെസ്, ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടി. ഇനി പറഞ്ഞിട്ടുണ്ട് ഇതേ 45 മീറ്റർ എപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്? ലാസ്റ്റ് സെക്കൻഡിൽ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ? ലാസ്റ്റ് സെക്കൻഡിലും സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് എന്ത് സെക്കൻഡ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. എസ് എൻ ഈസ് ഈക്വൽ ടു എന്താ? യു പ്ലസ് A/2 ഇൻറ്റു 2n-1. ഓക്കെ ആണേ? ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ് എന്ത് സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? ആദ്യത്തെ 3 സെക്കൻഡിൽ എത്രയാണോ സഞ്ചരിച്ചത് അത് തന്നെയാണ് അല്ലയോ? സോ 45 ഈസ് ഈക്വൽ ടു വെലോസിറ്റി നമുക്കറിയാം. ഇനിഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു? വെലോസിറ്റി 0 ആയിരുന്നു. A/2, എ എത്ര നമുക്കറിയാം? എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ. അത് എത്ര ആയിട്ട് എടുത്തു? നമ്മൾ താഴോട്ട് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. സോ ഇത് ഇവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്താൽ മതി. 10/2 എത്ര കിട്ടും? 5 ഇൻറ്റു 2n-1. സോ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 ഈസ് ഈക്വൽ ടു 10n-5, അല്ലെങ്കിൽ 45 + 5 50 ഈസ് ഈക്വൽ ടു 10n. n ഈസ് ഈക്വൽ ടു എത്ര? 5 എന്ന് കിട്ടും. സോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്കൻഡ്, എന്ത് സെക്കൻഡ് അല്ലയോ എസ് എൻ നമ്മൾ കണ്ടുപിടിച്ചത്. സോ ശരിക്കും പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? n എന്ന് പറഞ്ഞാൽ കിട്ടിയത് എന്താ? ലാസ്റ്റ് സെക്കൻഡ്. എത്രാമത്തെ സെക്കൻഡ് ആയിരുന്നു കിട്ടിയത് ഇല്ലയോ? സോ എത്ര സെക്കൻഡ് ടോട്ടൽ ആ ബോഡി എയറിൽ നിന്നു? 5 സെക്കൻഡ്. അതായത് ലാസ്റ്റ് സെക്കൻഡ് n എത്ര കിട്ടിയത് എനിക്ക്? 5. സോ 5 സെക്കൻഡ് ടോട്ടൽ ആ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്? ബോഡി എയറിൽ നിന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് നമ്മുടെ എന്തോന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 meter per second. ഇറ്റ് വിൽ റീച്ച് ദ ഗ്രൗണ്ട് ആഫ്റ്റർ. ഓക്കെ, ബോഡി എന്ത് ചെയ്തേക്കുന്നു? ഒരു ബോൾ എന്ത് ചെയ്തേക്കുന്നു? ത്രോ ചെയ്തു. വെലോസിറ്റി എത്ര? 50 meter per second. ഇറ്റ് വിൽ റീച്ച് ദ ഗ്രൗണ്ട് ആഫ്റ്റർ. നമുക്കറിയാം ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ടി ഈസ് ഈക്വൽ ടു എന്താ? 2u ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതിയാൽ മതി അല്ലേ? സോ 2 ഇൻറ്റു യു എത്ര? 50 ഡിവൈഡഡ് ബൈ ജി എത്ര? 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 5 ഇൻറ്റു 2 10. സോ 10 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഈസി ആയിട്ട് സോൾവ് ചെയ്തൂടെ? ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, when a ball is thrown vertically up with velocity v0, it reaches a maximum height h. ഓക്കെ, v0 വെലോസിറ്റിയിൽ ഒരു ബോഡി എടുത്തെറിയുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് മാക്സിമം ഹൈറ്റ് h എത്തും. ഓക്കെ, വെൻ ഇഫ് വൺ വിഷസ് ടു ഡബിൾ ദ മാക്സിമം ഹൈറ്റ് എത്രയാണ്? ഡബിൾ ആവണമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അത് എത്ര വെലോസിറ്റിയിൽ എറിയേണ്ടി വരും? ഓക്കെ, നമുക്കറിയാം എച്ച് ഹൈറ്റിലെത്താനായിട്ട് നമുക്ക് എത്ര വെലോസിറ്റിയിൽ എറിയേണ്ടി വന്നു? v0 വെലോസിറ്റിയിൽ എറിയേണ്ടി വന്നു അല്ലേ? സോ h ഈസ് ഈക്വൽ v0² ഡിവൈഡഡ് ബൈ 2g. നമുക്ക് ഇക്വേഷൻ ഇല്ലയോ? ഇക്വേഷൻ ഉണ്ട്. സോ h ഡാഷ് എന്ന് പറയുന്നത് എന്താവണമെന്നാണ് പറഞ്ഞത്? h ഡാഷ്, അതായത് എനിക്കിനി ഇരട്ടി ഹൈറ്റിലെത്തിക്കണം. അതായത് h ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താവണം? 2h ആവണം. അതിന് ഞാൻ എത്ര സ്പീഡിൽ എറിയണം? എനിക്കറിയത്തില്ല. v എന്ന് ഞാൻ ചുമ്മാ വിളിക്കുമോ? v²/2g എന്താവണം? 2h ആവണം അല്ലേ? അല്ലെങ്കിൽ v²/2g ഈസ് ഈക്വൽ ടു 2h എന്ന് പറഞ്ഞാൽ എന്താ? h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v0²/2g.
അപ്പോൾ 2h എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു v02/2g. സോ 2gയും ക്യാൻസലായി പോവും. അതേപോലെ നമുക്ക് എന്ത് കിട്ടും? v² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2v02 എന്ന് കിട്ടും ഇല്ലയോ? ഇവിടെ രണ്ടും നോക്കുമ്പോൾ v² ഈസ് ഈക്വൽ ടു 2v02 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഈസി ആയിട്ട് റൂട്ട് എടുക്കാം. v ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √2v0 എന്ന് കിട്ടും. v ഈസ് ഈക്വൽ ടു √2v0. ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A ball is thrown vertically upwards, assuming the air resistance to be constant and considerable. Okay, ഇവിടെ ടൈം ഓഫ് അസെൻഡ് ആണോ ടൈം ഓഫ് ഡിസെൻഡ് ആണോ വലുത്, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണോ എന്നൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒരു ബോൾ എടുത്തെറിയും നമ്മൾ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഓക്കെ, എനിവേ എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് തിയറിയിൽ നിങ്ങൾ മാസ്റ്റർ ക്ലാസ്സിൽ ആൾറെഡി ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ടൈം ഓഫ് അസെൻറ്റ്, ഞാൻ മുകളിലോട്ട് എറിയുക. സാധാരണ ഒരു കേസിലാണെങ്കിൽ അസെൻറ്റും ഡിസെൻറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി ആ അസെൻറ്റിൻ്റെ ഡിസെൻറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? സാധാരണ ഇക്വേഷൻ ആണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, √2h/g ആയിരുന്നില്ലേ ഇക്വേഷൻ. ഓക്കെ, ഇനി ഞാൻ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ മുകളിലോട്ട് എറിയുക. ടൈം ഓഫ് അസെൻറ്റാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അസെൻറ്റ് എഴുതാൻ പോകുക √2h/g. ഓക്കെ, അസെൻറ്റ് എഴുതാൻ പോവുക. ഈ മേളിലോട്ട് പോകുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? മേളിലോട്ട് പോകുമ്പോൾ ജി എപ്പോഴും എങ്ങോട്ടാ, താഴോട്ടാ. എയർ റെസിസ്റ്റൻസ് എങ്ങോട്ടാ, എയർ റെസിസ്റ്റൻസും താഴോട്ടല്ലയോ, ഇല്ലയോ? എയർ റെസിസ്റ്റൻസ് കൊണ്ടൊരു ആക്സലറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എയർ റെസിസ്റ്റൻസ് കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണല്ലോ. സോ ആ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് എന്ത് കാണും, ഒരു ആക്സലറേഷൻ കാണും. മേളിലോട്ടൊരു കല്ല് പോകുമ്പോൾ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, എയർ റെസിസ്റ്റൻസ് എങ്ങോട്ടായിരിക്കും, താഴോട്ട്. അതായത് ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും, താഴോട്ട്. സോ എഫക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജിയും എയും കാണും. സോ g+a ആയിരിക്കും എഫക്റ്റീവ് ആക്സലറേഷൻ വരുന്നത് അല്ലേ. ഓക്കെ, ഇനി അതേപോലെ ടൈം ഓഫ് ഡിസെൻറ്റ് കണക്കാക്കുക. √2h/g. താഴോട്ട് വരിക, ഡിസെൻറ്റ് താഴോട്ട് വരിക, ബോഡി താഴോട്ട് വരിക. ബോഡി താഴോട്ട് വരുമ്പോൾ ജി എങ്ങോട്ട് തന്നെയാണ്, താഴോട്ട് തന്നെയാണ്. ഇനി എയർ റെസിസ്റ്റൻസ് എന്താ, എയർ റെസിസ്റ്റൻസ് എങ്ങനെ ആക്ട് ചെയ്യും, എയർ ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് തള്ളാൻ തുടങ്ങും ഇല്ലയോ? താഴോട്ടൊരു ബോഡി വീണാൽ എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് തള്ളാൻ തുടങ്ങും. അതായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്സലറേഷൻ എങ്ങോട്ടാണ് വരുന്നത്, മുകളിലോട്ടാണ് വരുന്നത്. സോ എഫക്റ്റീവ് എന്ത് വരും, g-a വരും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടൈം ഓഫ് ഡിസെൻറ്റ് ആണോ അസെൻറ്റ് ആണോ വലുത്. നമുക്കറിയാം ഡിനോമിനേറ്റർ വലുതായാൽ ഇതെന്താവും, ചെറുതാവും. ഓക്കെ, സോ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാവും ടൈം ഓഫ് അസെൻറ്റ് എന്താണ്, ലെസ് ദാൻ ടൈം ഓഫ് ഡിസെൻറ്റ് ആണ്. ഓക്കെ അല്ലേ. സോ ടൈം ഓഫ് അസെൻറ്റ് ലെസ് ദാൻ ടൈം ഓഫ് ഡിസെൻറ്റ്, ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The velocity time graph of an object is shown. The displacement during the interval 0 to t4 is. Okay, 0 മുതൽ t4 വരെയുള്ള ഇൻ്റർവെല്ലിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഗ്രാഫ് ഏതാ, വി ടി ഗ്രാഫാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും അല്ലേ. ആ ഗ്രാഫിൻ്റെ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് വൈ ആക്സും എക്സ് ആക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടുന്നത്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും ഇല്ലേ. വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. വി ടി ഗ്രാഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. നമുക്കറിയാം. സോ അതാ നോക്കിയാൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇതാണ്ട് ഈ ഏരിയ 0 to 2 എ എന്ന് പറയുന്ന ഏരിയ എന്താ, പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ബി എന്ന് പറയുന്ന ഏരിയ എന്തായിട്ട് കൺസിഡർ ചെയ്യും, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്കൊരു വെക്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഏരിയ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ ഡിയും നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ എ പ്ലസ് ഏരിയ സിയും പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഏരിയ ഡിയും നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് എടുക്കും. ഏരിയ ഡിയും നെഗറ്റീവായിട്ട് എടുക്കും. സോ എ പ്ലസ് സി മൈനസ് ബി മൈനസ് ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരുന്നു ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മളൊരിക്കലും ഇതേപോലെ എന്ത് ചെയ്യത്തില്ല, താഴോട്ടുള്ള ഡിസ്റ്റൻസ് അങ്ങനെ വരുമ്പോൾ വി ടി ഗ്രാഫിൽ ഡിസ്റ്റൻസ് വരത്തില്ല. സ്പീഡ് ടൈം ഗ്രാഫിൽ ഇത് കണക്ക് താഴോട്ടൊന്നും പോകത്തില്ല. കാരണം സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. ഓക്കെ, അത് 0 ആവാം, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവാം. സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഗ്രാഫ് വന്നിട്ട് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിലാർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഗ്രാഫിൻ്റെ ഈ താഴെ വന്നാലും അതെന്തായിട്ട് എടുക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി വെക്ടറാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, താഴെ വരുന്നത് നെഗറ്റീവും മേളിൽ വരുന്നത് പോസിറ്റീവായിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ ആണേ. ഓക്കെ, സോ ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കി അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നതെന്ന്, ഫിഗർ ബിലോ ഷോസ് ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നിരിക്കുന്നത് ഷെയ്ഡഡ് റീജിയൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, ഫോളോയിങ്
characteristics of the particle is represented by the shaded area. Okay, shaded area എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഈ ഏരിയ തരുക, എ ടി ഗ്രാഫിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, വൈ ആക്സും എക്സ് ആക്സും കൂടെ മൾട്ടിപ്ലൈ എ ഇൻറ്റു ടി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, വെലോസിറ്റി കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ്ട് നോക്കിയേ, നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, ഇൻ്റഗ്രേഷൻ തന്നെ അല്ലേ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. സോ എ ഇൻറ്റു ഈ ഏരിയ എന്ന് ആക്സലറേഷൻ എന്ന് പറയുന്ന സാധനം താണ്ട ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് കിടക്കുക, സമയത്തിനനുസരിച്ച് ഇങ്ങനെ വേരി ചെയ്യുന്നൊരു ഫംഗ്ഷനായിട്ട് കിടക്കുക. സോ ചെറിയ ഡി ടി സമയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആക്സലറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല ഡിഫറെൻറ്റ് രീതിയിൽ പല പോയിന്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ എ ഇൻറ്റു ഡി ടി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആരെയാ, ഡി വി അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം ഡി വി ബൈ ഡി ടി ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, ആക്സലറേഷൻ കിട്ടും. അല്ലെങ്കിൽ ഡി വി ഈസിക്കൽ എന്താ, എ ഇൻറ്റു ഡി ടി ആണ്. ഏരിയ എന്ന് പറയുന്നത് ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കി എടുക്കാം. നമുക്ക് ടൈമിൻ്റെ ഇതിലുള്ളൊരു ഫംഗ്ഷനായിട്ട് ആക്സലറേഷനെ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ എ ഇൻറ്റു ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എന്ത് കിട്ടും, ഈ ഏരിയ കിട്ടും. ഓക്കെ, ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഏരിയ ഡി വി ഇൻ്റഗ്രേറ്റ് ചെയ്യില്ലയോ. ഡി വി അതാണ്ട് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യും. നമുക്ക് V1 മുതൽ V2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. സോ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയ കിട്ടും, ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കിട്ടും. ഈ ഏരിയ എന്ന് പറയുന്നത് എന്താ, ശരിക്കും V2 മൈനസ് V1 അല്ലേ. അതായത് എന്താ, അത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഇതിപ്പോൾ തന്നെ ഓർത്ത് വെച്ചേക്കുക, എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് ഏരിയ കണ്ടുപിടിക്കാൻ പറയുക, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഏരിയ കണ്ടുപിടിക്കാൻ പറയുക. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെറുതെ പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് തന്നെ പറയുക. ഓക്കെ, അതും ഇത് കണക്ക് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി ആണെന്ന് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. സോ വി ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡി എക്സ് ആയിരിക്കും. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വി ഡി ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. സോ x1 ടു x2 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, T1 ടു T2 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ശരിക്കും പറഞ്ഞാൽ വി ഡി ടി ഈ സാധനം നമുക്ക് ആരെ തരും, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് ആരെ തരും, ഏരിയ തരും. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് ആരെ തരും, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് തരും അല്ലേ. ഓക്കെ ആണേ, ഓക്കെ. സോ കോൺസെപ്റ്റ് ക്ലിയർ ആണേ, നമുക്ക് അങ്ങനെ ഇതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ചോദിച്ചിരിക്കുന്നത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഫോർ ടു പാർട്ടിക്കിൾസ് എ ആൻഡ് ബി ആർ സ്ട്രെയിറ്റ് ലൈൻസ് inclined at angles of 30 degree and 60 degree with the time axis. The ratio of velocity of particle A and B, VA is to VB is ഈസിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇല്ലയോ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ആറ്റ്സ് എ ബൈ എക്സ് ആറ്റ്സ്, അതായത് എസ് ബൈ ടി നമുക്ക് ആരായിരിക്കും കിട്ടാൻ പോകുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വെലോസിറ്റി അല്ലയോ. അല്ലെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞ സാധനം ആരാ, വെലോസിറ്റി. അതായത് ഡി എസ് ബൈ ഡി ടി ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, വൈ ആറ്റ്സ് എ ബൈ എക്സ് ആറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. നമുക്ക് ഇതിനെ എങ്ങനെയും കണ്ടുപിടിക്കാം, സ്ലോപ്പ് എടുത്താൽ മതി, ടാൻ തീറ്റ ഇല്ലയോ. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പാണ്. സോ വി എ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, വെലോസിറ്റി വി എ എന്ന് പറഞ്ഞാൽ ടാൻ 30 അല്ലേ. വി എ ഡിവൈഡഡ് ബൈ വി ബി അല്ലേ നമുക്ക് വേണ്ടുന്നത്, ടാൻ 30 ഡിവൈഡഡ് ബൈ ടാൻ 60. ഓക്കെ, ടാൻ 30 എന്ന് പറയുമ്പോൾ 1/√3 വരും, ടാൻ 60 എന്ന് പറയുമ്പം √3 വരും. ഓക്കെ, സോ 1/3 എന്ന് വരും. സോ വി എ ഈസ് ടു വി ബി നമുക്ക് എന്ത് കിട്ടും, 1:3 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട്. അങ്ങനെ അതായത് എന്താ ചോദിച്ചേക്കുന്നത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഗിവൺ മൂവിങ് പാർട്ടിക്കിൾ ഈസ് ഷോൺ, ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ് അറ്റ് ദ പോയിന്റ്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എന്തായാലും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടണമെങ്കിൽ ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി ചെയ്താൽ മതി. ഓക്കെ ആണേ, ഓക്കെ. സോ ഈ സാധനം പോസിറ്റീവായിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കുന്നത്, ഈ സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്, സ്ലോപ്പല്ലയോ. സ്ലോപ്പാണ്. സോ സ്ലോപ്പ് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്, നമുക്കറിയാം സ്ലോപ്പ് എപ്പോഴും ഇങ്ങനെ 90 ഡിഗ്രിക്ക് അകത്താണ് ഈ സ്ലോപ്പെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ സ്ലോപ്പ് ചരിഞ്ഞാണ് വരുന്നത്, നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടാണ് അളക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുക ആ സ്ലോപ്പ് എന്താണ്, 90 ഡിഗ്രിക്ക് മുകളിലാണെന്ന് പറയുക. ഓക്കെ, 90 ഡിഗ്രിക്ക് മുകളിൽ, അല്ലെങ്കിൽ എക്സ് ആക്സിസിന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആ സ്ലോപ്പ് വരുന്നെങ്കിൽ നമുക്കറിയാം ആ സ്ലോപ്പ് എന്താ, നെഗറ്റീവാണ്. ഓക്കെ, ഇതാണ് സ്ലോപ്പെങ്കിൽ ഇതെന്താ, പോസിറ്റീവാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, സോ സ്ലോപ്പ് ദാണ്ട ഈ സി എന്ന് പറയുന്ന പോയിന്റ് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി സ്ലോപ്പ് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം സ്ലോപ്പ് എന്താ, പോസിറ്റീവാണ്.
സ്ലോപ്പ് എന്താ പോസിറ്റീവാണ്. ഈ ഡി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പോ അത് സീറോയാണ്. അവിടെ ആ ഡി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ വെലോസിറ്റി എന്താ സ്ലോപ്പ് അല്ലെങ്കിൽ വെലോസിറ്റി എന്താ സീറോയാണ്. ഇനി ഇതാണ്ട് ഇ എന്ന് പറയുന്ന പോയിന്റ് നോക്കുമ്പോൾ എനിക്കറിയുന്നതാണ് ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ, ടാൻജൻറ്റ് വരയ്ക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് സ്ലോപ്പ് എന്താ നെഗറ്റീവ്, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന പോയിന്റ് വെലോസിറ്റി എന്താ നെഗറ്റീവാണ്. എഫിൽ വീണ്ടും വെലോസിറ്റി സീറോയാണ്. സോ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും പോസിറ്റീവായിട്ട് കാണിക്കുന്നത് എവിടെയാ സിയില അല്ലേ. ഡിസ്റ്റൻസ് വെലോസിറ്റി പോസിറ്റീവായിട്ട് കാണിക്കുന്നത് എവിടെ സിയില. ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ് അങ്ങനെ ഏതാ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗ്രാഫ് ബിറ്റ്വീൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആൻഡ് ടൈം ടി ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഇസ് ഷോൺ ഇൻ ഫിഗർ. ഡ്യൂറിംഗ് ദ ഇൻ്റർവെൽ ഓഫ് ഒ എ ബി ബി സി സി ഡി ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്. ഓക്കെ, ആക്സിലറേഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ് അല്ലയോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ്. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നില്ല എന്താ, ആക്സിലറേഷൻ്റെ ഒരു രീതി എങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചോദിച്ചേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ്ട് ഈ ഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതാണ്ട് ഇത് കണ്ടോ, ഒരു ചെറിയൊരു കർവ്ഡ് ഗ്രാഫാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതൊരു കർവ്ഡ് ഗ്രാഫാണ്. എയിൽ നിന്നും ബി വരെ അത് നേരെ പോവുക. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ, ഇല്ല. കാരണം ഡി എക്സ് ബൈ ഡി ടി അതായത് സ്ലോപ്പ് എയിൽ നിന്നും ബിയിലോട്ടുള്ള ഏത് പോയിന്റിൽ ഒരു സ്ലോപ്പ് എടുത്താലും ആ സ്ലോപ്പ് എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എച്ച് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താ, എച്ച് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് ആരെയാണ് തരുന്നത്, നമുക്ക് തരുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, സോ എയിൽ നിന്നും ബി വരെ വെലോസിറ്റിക്ക് എവിടെയെങ്കിലും ചേഞ്ച് ഉണ്ടോ, ചേഞ്ച് ഇല്ല. അങ്ങനെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവൂ, ഇല്ല. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈമാണ്. സോ എ ടു ബി എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല, നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല എങ്കിൽ ഓക്കെ, എല്ലായിടത്തും ഡി വി ബൈ ഡി ടി എന്താ, സ്ലോപ്പ് സീറോയാണ്. സോ വെലോസിറ്റി സീറോ ആയ അല്ലെങ്കിൽ വെലോസിറ്റിക്ക് എന്ത് നമുക്ക് പറയാം, ചേഞ്ച് ഒന്നും വരുന്നില്ലെന്നും പറയാം, അല്ലെങ്കിൽ അത് ആൾമോസ്റ്റ് എന്താ, അല്ലെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് പറയാം, സീറോ ആണെന്നും നമുക്ക് പറയാം. ഓക്കെ, സോ അവിടെ എന്തും കാണത്തില്ല, അവിടെ ആക്സിലറേഷനും കാണത്തില്ല. സോ എ ബി എന്ന് പറയുന്നിടത്ത് ആക്സിലറേഷൻ കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഓപ്ഷനിലും എ ബിയുടെ അവിടെ എന്താ, ആക്സിലറേഷൻ സീറോ ആയി എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഒ ടു എയിൽ നോക്കിയേ. ഒ ടു എയിൽ എന്താ സംഭവിക്കുന്നത്, അതാണ്ട് ഈ പോയിന്റ് എടുക്കുക. ഞാൻ വേറൊരു കളർ വരയ്ക്കാം. ഈ പോയിന്റ് എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് കിട്ടും, ഈ പോയിന്റ് എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ലോപ്പ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്ലോപ്പ് കൂടി വരുമല്ലോ. സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ആര് കൂടിയെന്ന് അർത്ഥം, സ്ലോപ്പ് കൂടിയെന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്തെന്ന് അർത്ഥം, കൂടിയെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താവും, പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് കൂടുകയല്ലേ, സ്ലോപ്പ് കൂടുകയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താവും, പോസിറ്റീവ് ആയിരിക്കും. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഇനിഷ്യലി കുറവായിരുന്നു, ഫൈനലി എന്തായി, നാണ്ടെ ഈ പോയിന്റ് കുറവായിരുന്നു, ഈ പോയിന്റ് എന്തായി, കൂടി. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും എന്തായിട്ട് വരും, പോസിറ്റീവായിട്ട് വരും. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ആയിരിക്കും വലുത്, ഇനിഷ്യൽ വെലോസിറ്റി ചെറുതായിരിക്കും. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും എന്തായിട്ട് വരും, പോസിറ്റീവായിട്ട് വരും. ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്താണ്, പോസിറ്റീവാണ്. ഓക്കെ ആണേ. സോ ഒ മുതൽ എ വരെ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലായി, പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഒ മുതൽ എ വരെ എനിക്ക് എന്തായാലും മനസ്സിലായി, ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവാണ്, അതുകൊണ്ട് ആക്സിലറേഷനും പോസിറ്റീവാണെന്ന് മനസ്സിലായി. ഇനി ബി മുതൽ സി വരെ എന്താ സംഭവിക്കുന്നത്, ബി മുതൽ സി വരെ താണ്ട ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. എൻ്റെ സ്ലോപ്പ് ഇങ്ങനെ കിട്ടി. താണ്ട ഇവിടെ വേറൊരു പോയിന്റ് എടുക്കുക. ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം. ആണ്, ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താൽ ഇങ്ങനെ കിട്ടും, ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താൽ ഇങ്ങനെ കിട്ടും അല്ലേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്ലോപ്പ് എന്തോ സംഭവിച്ചത്, സ്ലോപ്പ് കുറയുകയാണ് ചെയ്തത്. അതായത് വെലോസിറ്റി ഇവിടെ കൂടുതലായിരുന്നു, ഇവിടെ എന്തായി, കുറവായി അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താവും, നെഗറ്റീവ് ആവും. അതായത് ഫൈനൽ വെലോസിറ്റി കുറഞ്ഞു, സ്ലോപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്തു, കുറഞ്ഞു. സ്ലോപ്പ് കൂടിയെന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താവും, നെഗറ്റീവ് ആവും. ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവായ ആക്സിലറേഷനും എന്താവും, നെഗറ്റീവ് ആവും. ഓക്കെ, സോ ബി മുതൽ സി വരെ ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആണ്, അവിടുത്തെ ആക്സിലറേഷൻ എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ ആണേ. ഓക്കെ, സോ ബി മുതൽ സി വരെ ആക്സിലറേഷൻ എന്താ, നെഗറ്റീവാണ്. ഓക്കെ,
ബി മുതൽ സി വരെ ആക്സലറേഷൻ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൺഫേം ചെയ്യാം ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി സി ഡിയിൽ എന്താ സംഭവിക്കുന്നത്? സി ടു ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? സി ടു ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്ലോപ്പ് അങ്ങനെ തന്നെ നിൽക്കും, ഒരൊറ്റ സിംഗിൾ സ്ലോപ്പാണ്. സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആര് ചേഞ്ച് ചെയ്യുന്നില്ല? സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. അതിനർത്ഥം ആര് ചേഞ്ച് ചെയ്യുന്നില്ല? വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സ്ലോപ്പിന് ഡിഫറൻസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? വെലോസിറ്റിക്കും ചേഞ്ച് ഒന്നുമില്ല. സെയിം വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. നമുക്കറിയാം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനകത്ത് കോൺസ്റ്റൻറ്റ് മോഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയുള്ള മോഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫൊക്കെ എപ്പോഴും എങ്ങനെ കിട്ടുന്നത്? ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത് അല്ലയോ? എച്ച് ടി ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്, നമുക്കറിയാം. സോ സി ഡി ഒരു സ്ട്രൈറ്റ് ലൈൻ, അവിടെ ആക്സലറേഷൻ ഇല്ല, ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ഉള്ളത്. ഓക്കെ, സോ സി ഡിയിൽ ആക്സലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം